ദ്വാരപാലക പാളികളല്ല, ദ്വാരപാലകരെ തന്നെ അടിച്ചു മാറ്റി കൺസിഡറബിൾ മോണിറ്ററി ബെനിഫിറ്റ്, അതായത് കനപ്പെട്ട കാശിന് മറച്ചു വിറ്റോ എന്നതടക്കം അന്വേഷിക്കണമെന്ന് SITയോട് കോടതി പറയുന്നത് ഇടയ്ക്കൊരു ഇടക്കാല ഉത്തരവിലാണ്. ആ വിഗ്രഹങ്ങൾ അടിച്ചു മാറ്റി അമേരിക്കയിലടക്കം ലോകരാഷ്ട്രങ്ങളുടെ മ്യൂസിയങ്ങളിലേക്ക് കോടിക്കോടികൾ കടത്തി സുഭാഷ് കപൂർ മോഡൽ വിദേശ ബന്ധങ്ങളൊക്കെ അന്വേഷിക്കണമെന്ന് കോടതി വെറുതെ ഒരു വിംസാൻ ഫാൻസിക്ക് എന്ന് പറയുന്നതല്ല. പരാമർശങ്ങൾക്കപ്പുറം അത് രേഖാമൂലം ഉത്തരവുകളിൽ പറഞ്ഞു വെക്കണമെങ്കിൽ SIT കൊടുക്കുന്ന റിപ്പോർട്ടുകളുടെ ഇൻസൈറ്റിലാണ് കോടതിയുടെ ബോധ്യമാണ്. ആ പോറ്റി വന്നപ്പോൾ എന്തോ ഒരു തിളക്കം, നോക്കിയപ്പോൾ സ്വർണം, എന്നാലെടുത്തങ്ങ് കള്ളന്റെ ബുദ്ധി, മാലപറിക്കുന്ന ലാഘവത്തിൽ മോഷ്ടിച്ച സ്വർണം ഏതോ ഒരു ഗോവർദ്ധന് വിൽക്കുന്നു, ഗോവർദ്ധൻ കൊടുക്കുന്നു, കട്ടദ്രവ്യത്തിന് 10 ലക്ഷം ഉരുവ, തുണ്ട് കിട്ടുന്നു, കേസ് കഥം എന്നൊക്കെ പറയുന്ന പ്ലോട്ട് ഒരു ഡമ്മിയാണ്. ചുമ്മാ കാത്തിരുന്നു, വരുന്നുണ്ട് കൊളംബിയൻ കാലിക്കാട്ടലും ജമൈക്കൻ യാഡീസ് പോലെയുള്ള മാഫിയ സംഘങ്ങൾ അസൂയപ്പെട്ടു പോകുന്ന അപരാധങ്ങളുടെ ഒരു മോഡസ് ഓപ്പറാണ്ടി. ആ ക്ഷേത്രത്തിന്റെ വിശ്വാസങ്ങൾ, ആചാരങ്ങൾ, ആ ക്ഷേത്രത്തിന്റെ സ്വത്തുക്കൾ കാത്തുപരിപാലിക്കാൻ ഏൽപ്പിച്ചു കൊടുത്തൊരു ദേവസ്വം ബോർഡാണ്. പോറ്റി ഓപ്പറേഷന്റെ സൂത്രധാരൻ അധ്യക്ഷൻ പത്മകുമാർ ആവർത്തിച്ച് വെളിപ്പെടലാണ്. P. ജയരാജൻ എന്തോ ചെറിയ കാര്യമെന്ന മട്ടിൽ അവതരിപ്പിക്കുന്ന അവധാനതയില്ലായ്മയല്ല. ആ കള്ളപ്പോറ്റിയും ഈ അധ്യക്ഷനും തമ്മിൽ അവിശുദ്ധം നാറുന്ന കാട്ടുകച്ചവടം, പിടിച്ചെടുത്ത തെളിവടക്കം പറയലാണ് SIT. റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾ, വ്യാപാര സ്ഥാപനങ്ങൾ, അസ്വാഭാവിക സാമ്പത്തിക നേട്ടങ്ങൾ, വീട്ടിലേക്ക് പോറ്റിയുടെ വരത്തുപോക്കും സ്ഥിരതാമസമടക്കം ആത്മബാന്ധവത്തിന്റെ സകല കാര്യങ്ങളും തോണ്ടിയെടുത്ത് ഉറപ്പാക്കിയാണ് തൂക്കി അകത്താക്കൽ. ഇന്നലെ ആ സംഘത്തലവൻ ജയിൽ ചപ്പാത്തിയും കടലക്കരയും കഴിച്ച് താഴെ കിടന്നുറങ്ങിയെങ്കിൽ വിശ്വാസികൾ പറയും അത് ശാസ്താവിന്റെ ശക്തി. ലോകം മുഴുവൻ പേരുകേട്ടൊരു ക്ഷേത്രം, വർഷാവർഷം കോടിക്കണക്കിന് വിശ്വാസികൾ നേർക്കുനേർ കൈകൂപ്പി ആരാധിക്കുന്ന ഒരു പ്രതിഷ്ഠാ പരിസരത്ത് കൈവെക്കാമെങ്കിൽ, കൊള്ളയടിക്കാമെങ്കിൽ അയ്യപ്പന പാവങ്ങൾ കൊടുത്ത കാണിക്കകൾ കോടാനുകോടി മാഫിയ സിൻഡിക്കേറ്റ് ആർത്തിയിൽ അടിച്ചകത്താക്കിയിട്ടിൽ ആർക്കാണ് സാറേ ഉറപ്പ്? കേവലം കവർച്ചയല്ല, മാലയിട്ട് മലചവിട്ടുന്ന ഓരോ വിശ്വാസിയോടും കാണിച്ച വഞ്ചനയാണ്. യൂദാസ് പോലും നാണിക്കുന്ന പന്നപ്പണിയാണ്. ആ കേസും ബുക്കാറും എന്തായിക്കോട്ടെ, പാവങ്ങളുടെ വികാരങ്ങൾക്ക് പട്ടിവില കൊടുത്ത മുതലുകെട്ടൊരുത്തരും വെള്ളമിറങ്ങിച്ചാവില്ല. വിശ്വാസി വേദനയാണ് സാക്ഷ്യം. പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടറിലേക്ക് സ്വാഗതം. ശ്രീ D. സുരേഷ് കുമാർ, ശ്രീ വസന്ത് സരേഖ്, ശ്രീ JR പത്മകുമാർ, ശ്രീ BN ഹസ്കർ എന്നിവർ ചർച്ചയിൽ ചേരുന്നു. ആദ്യം ഞാൻ ശ്രീ D. സുരേഷ് കുമാറിലേക്ക് പോകുന്നു. ശ്രീ സുരേഷ് കുമാർ, ബാക്കി രാഷ്ട്രീയം, പ്രതിപക്ഷ ആരോപണങ്ങളൊക്കെ പോട്ടെ, രാഷ്ട്രീയമില്ലാത്തൊരു സാധാരണ അയ്യപ്പഭക്തനെ ഒന്ന് സങ്കല്പിക്കൂ. കേരളം ഞെട്ടിയ, രാജ്യം ഞെട്ടാൻ പോകുന്ന ഒരു മാരക കൊള്ളയിൽ പ്രതി ചേർക്കപ്പെട്ട് അകത്ത് കിടക്കുന്ന ഒരു മുൻ MLA, മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, ഇപ്പോഴും CPMന്റെ പ്രധാനപ്പെട്ട ഒരു ജില്ലയിൽ നേതൃസ്ഥാനീയനാണ്. ആ ഭക്തനോട് ഈ കുറ്റാരോപിതൻ കുറ്റക്കാരൻ ലോജിക്ക് പറഞ്ഞു നിൽക്കാൻ നിങ്ങൾക്ക് കഴിയുമോ ശ്രീ സുരേഷ് കുമാർ? അല്ല, നിലവിൽ ഇന്ത്യയുടെ നിയമം അനുശാസിക്കുന്ന വിധത്തിൽ അദ്ദേഹത്തെ സംബന്ധിച്ച് അറസ്റ്റ് നടന്നിട്ടുണ്ട്. അദ്ദേഹം കുറ്റാരോപിതനാണ്, കുറ്റവാളിയാണ് എന്ന് തീർപ്പ് കൽപ്പിക്കുന്നത് ബഹുമാനപ്പെട്ട കൺസേൺഡ് കോടതിയാണ്. ആ കോടതി തീർപ്പ് കൽപ്പിക്കുന്ന സമയത്ത് അദ്ദേഹം കുറ്റവാളിയാണോ നിരപരാധിയാണോ എന്നുള്ളതിനെ സംബന്ധിച്ച് വ്യവസ്ഥാപിതമായി ഒരു മുൻ വിധിന്യായം നടത്താൻ നമുക്കാർക്കും തന്നെ അർഹതയില്ല, നമുക്കാർക്കും അവകാശവുമില്ല. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ അത് അവധാനതയില്ലായ്മയാണോ അതോ ക്രൂരമായ ഗൂഢാലോചനയാണോ എന്നതിനെ സംബന്ധിച്ച് കൃത്യമായി വെളിപ്പെടുത്തേണ്ടത് ബഹുമാനപ്പെട്ട കൺസേൺഡ് കോടതിയാണ്. ആ കോടതി വെളിപ്പെടുത്തുന്നത് വരെയെങ്കിലും നമുക്ക് ഇക്കാര്യത്തിൽ ഒരു മുൻവിധിയോടുകൂടി കുറ്റവാളികളായി ചിത്രീകരിക്കുന്ന നിലപാടിൽ നിന്നും ഒരല്പം പിന്നോട്ട് പോകേണ്ടി വരും. നിലവിൽ കുറ്റാരോപിതൻ തന്നെയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ സംസ്ഥാന സെക്രട്ടറി സൂചിപ്പിച്ചതുപോലെ കുറ്റാരോപിതരായി വന്നിട്ടുള്ള ഒരാളിനെയും സംരക്ഷിക്കുന്ന സമീപനം സ്വീകരിക്കുകയില്ല എന്ന് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞതിനപ്പുറത്തേക്ക് നമ്മൾ കടക്കുന്നത് മറ്റു ചില താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഇവിടെ നടന്നിട്ടുള്ള സംഭവങ്ങളെ സംബന്ധിച്ച് ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിൻ്റെ നിർദ്ദേശാനുസരണം വളരെ കൃത്യമായിട്ടുള്ള അന്വേഷണം നടക്കുകയാണ്. ആ അന്വേഷണം നിലവിൽ 2 ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റുമാരുടെ അറസ്റ്റിലേക്ക് കടന്നിട്ടുണ്ട്. അവരുടെ ഇതിനകത്തെ റോൾ എന്താണെന്നുള്ളതിനെ സംബന്ധിച്ച് വസ്തുനിഷ്ഠമായി അതിലാർക്കും സംശയമുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനെ സംബന്ധിച്ച് കൃത്യമായി കോടതിയിലേക്ക് സീൽ വെച്ച കവറിൽ റിപ്പോർട്ട് പോകുന്നുണ്ട്. ആ റിപ്പോർട്ടിനെ സമഗ്രമായി കോടതി പരിശോധിക്കുന്നുണ്ട്. മറ്റൊരാളുടെയും ഇടപെടൽ ഇതിനകത്ത് വരുന്നില്ല എന്നുള്ളതിനെ സംബന്ധിച്ച് വ്യക്തതയുണ്ട്. അങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിൽ, കേസന്വേഷണം ആ നിലയ്ക്ക് മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ ഒരു മുൻവിധിയിലെത്തേണ്ടുന്ന കാര്യം നമ്മൾ ആരെ സംബന്ധിച്ചും ഇല്ല എന്നുള്ളത് വസ്തുതയാണ്. ആ വസ്തുതയെ മുൻനിർത്തി ഇക്കാര്യങ്ങളുമായി ബന്ധപ്പെടുത്തി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നമുക്ക് മുന്നിലെ നിലവിലുള്ള പോംവഴി. അന്വേഷണ സമിതി SIT സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൽ പൂർണ്ണമായും വിശ്വാസമർപ്പിച്ച് കോടതിയുടെ നിർദ്ദേശങ്ങളിൽ പൂർണ്ണമായും സത്യസന്ധമായി അതിനെ സമീപിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. അന്വേഷണം പൂർത്തിയാകട്ടെ.
ആർക്കെങ്കിലും ഇതിൽ കൂടുതൽ പങ്കുണ്ടെങ്കിൽ അവർ എത്ര ഉന്നതരായിരുന്നാലും ശരി അവരെ സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിക്കുകയില്ല എന്ന് ഒരർത്ഥശങ്കയ്ക്കും ഇടയില്ലാത്ത വിധം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ സൂചിപ്പിക്കുമ്പോൾ ഈ പാർട്ടിയെ ആകെ മോശപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയാണെങ്കിൽ മുൻകാലങ്ങളിൽ ശബരിമലയിൽ നടന്നിട്ടുള്ള കൊള്ളയും കൊള്ളരുതായ്മയും ആ UDFിൻ്റെ കാലത്ത് നടന്നപ്പോൾ അന്നത്തെ മുഖ്യമന്ത്രി പറഞ്ഞു വിട്ടിട്ടാണോ ഇത് ചെയ്തത്? ശ്രീ ഉമ്മൻചാണ്ടി ഭരിക്കുമ്പോഴാണ് 1,83,00,000 പാത്രം വാങ്ങിയതിലെ അഴിമതി ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ ശാസ്താ ക്ഷേത്രത്തിൽ കൊടിമരം നിർമ്മാണവുമായി ബന്ധപ്പെട്ട് 4.5 കിലോ സ്വർണം കാണാതെ പോയത് ആ കാലയളവിലാണ്. അത് ഉമ്മൻചാണ്ടി നേരിട്ട് പറഞ്ഞു വിട്ടത് കൊണ്ടാണോ, അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരെല്ലാവരും ഇവിടെ സൂചിപ്പിക്കുന്നത് പോലെ കൊള്ളക്കാരായതുകൊണ്ടാണോ ഈ മോഷണം നടന്നിട്ടുള്ളത്? അപ്പോൾ മോഷണം എപ്പോഴും എവിടെയും ഏത് കാലത്തും മോഷണമാണ്. ആ മോഷണങ്ങളെ അപ്പാടെ തള്ളിപ്പറയാനും ആ മോഷണങ്ങളിൽ സാങ്കേതികമായി ആർക്കെങ്കിലും പങ്കുണ്ടെങ്കിൽ ആ പങ്കുള്ളവരെ മാത്രം കുറ്റപ്പെടുത്താനും തയ്യാറാകണം. അല്ലാതെ കാടടച്ച് വെടിവെക്കുന്ന സമീപനം നമ്മളിൽ ആര് അങ്ങനെയാണെങ്കിൽ ആ ലോജിക്കിൽ പോറ്റിയും കുറ്റാരോപിതനാണ് അല്ലേ? ആ ലോജിക്കിൽ ഈ പോറ്റിയും കുറ്റാരോപിതനാണ്, കുറ്റക്കാരനല്ല. അല്ല, ഞാൻ അതാണ് ആദ്യമേ സൂചിപ്പിച്ചത്. ബഹുമാനപ്പെട്ട ഹാഷ്മി കേട്ടിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിനെ സംബന്ധിച്ച് അന്തിമമായി ഈ കാര്യത്തിനകത്ത് ഇതിൽ ആർക്കെങ്കിലും പ്രത്യേക റോളുണ്ടോ, ആർക്കെങ്കിലും കൂടുതലായി എന്തെങ്കിലും റോളുണ്ടോ, കുറഞ്ഞ റോളുണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെ കൃത്യമായി കോടതികളിൽ വിശ്വസിക്കുക എന്നുള്ളതാണല്ലോ ഭരണഘടന അനുച്ഛേദം 142 നമ്മളോട് എല്ലാവരോടും പറഞ്ഞിരിക്കുന്നത്. ബഹുമാനപ്പെട്ട കോടതി എന്ത് കാര്യം സ്വീകരിച്ചാലും ആ കോടതി വിധി നമുക്കെല്ലാവർക്കും ആപ്ലിക്കബിളാണ്. അങ്ങനെ ആപ്ലിക്കബിളായി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായും കോടതി പറയുന്ന കാര്യങ്ങൾ അതിനകത്ത് ഏത് ക്രിമിനൽ കോൺസ്പിറസിയിൽ പങ്കാളിയായത് മുതൽ ഇതിൽ സ്വർണം കട്ടെടുക്കാൻ തീരുമാനമെടുത്തയാൾ മുതൽ കട്ടെടുത്തവർ വരെയുള്ളവരെ സംബന്ധിച്ച് കൃത്യമായി അവരവരുടെ റോളുകൾ പ്രതിപാദിച്ചുകൊണ്ട് കൃത്യമായി പറയും. ആ പറയുന്നതിനനുസരിച്ച് നമുക്ക് ഈ കാര്യങ്ങളെ സംബന്ധിച്ച് വിധി പ്രസ്താവിച്ച് മുന്നോട്ട് പോകാം. സുരേഷ് കുമാർ, വിചാരണ പൂർത്തിയായി. പത്മകുമാർ കുറ്റക്കാരനാണോ അല്ലേ? ഇപ്പോൾ വാസുവിൻ്റെ കാര്യത്തിലോ മറ്റു പ്രതികളുടെ കാര്യത്തിലോ CPM ആ രീതിയിൽ വാസുവിൻ്റെ കാര്യത്തിൽ ഒരു പരിധിവരെ ഉണ്ട്. എങ്കിലും കൂടുതൽ ഉത്തരവാദിത്വം പത്മകുമാറിനോടാണ്. അപ്പോൾ കോടതി തീരുമാനിച്ച് പത്മകുമാർ കുറ്റക്കാരനാണോ അല്ലേ എന്ന തീരുമാനം വന്നതിന് ശേഷം മാത്രമേ ഒരു സംഘടനാ നടപടി ഉണ്ടാവൂ അല്ലേ? അല്ല, സംഘടനാ നടപടിയെക്കുറിച്ച് ആധികാരികമായി അഭിപ്രായം പറയാൻ ഞാൻ ആളല്ല. ഇതേ ചോദ്യം തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ സംസ്ഥാന സെക്രട്ടറി ബഹുമാനപ്പെട്ട ഗോവിന്ദ മാഷിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം അതിന് കൃത്യമായി മറുപടിയും പറഞ്ഞിട്ടുണ്ട്. ഇത് ഏത് സ്റ്റേജിൽ വെച്ച് സംഘടനാ നടപടി സ്വീകരിക്കുമെന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യതയോടുകൂടി മറുപടി പറയാൻ എനിക്ക് കഴിയില്ല എന്നുള്ളത് ഹാഷ്മിക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ്. ഇതിനകത്ത് സംഘടനാ നടപടിയുടെ പ്രശ്നം അത് എവിടെയാണ്? ഒരാൾ കുറ്റം തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ, അയാൾ കുറ്റം ചെയ്തു എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായും അയാൾക്കെതിരെ നടപടി ഉണ്ടാകും. നടപടിയെടുക്കാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയില്ല. ഇത് ഏതൊരു കൊച്ചുകുട്ടിക്കും അറിയാവുന്ന കാര്യമാണ്. ഈ പാർട്ടിയുടെ പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് അറിവുള്ള ഏതൊരാൾക്കും, എനിക്ക് തോന്നുന്നു ഹാഷ്മിക്ക് വളരെ നന്നായി അറിയാവുന്നതാണ്. ഇതിൻ്റെ ഭരണഘടനയും മറ്റു കാര്യങ്ങളുമൊക്കെ മാധ്യമ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി അരച്ച് കലക്കി പഠിച്ച് നന്നായിട്ട് മുന്നോട്ട് പോകുന്ന ഒരാൾ കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ബഹുമാനം നിലനിർത്തിക്കൊണ്ട് തന്നെ പറയുന്നു, സംഘടനാ നടപടിയും മറ്റു കാര്യങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് ആരോപണ വിധേയരായിട്ടുള്ളവരോ കുറ്റാരോപിതരായിട്ടുള്ളവരോ കുറ്റം ചെയ്തിട്ടുള്ളവരെ സംബന്ധിച്ചൊക്കെ തന്നെ കൃത്യമായ നടപടികൾ അതിൻ്റേതായ സമയത്ത് ഉണ്ടാകുമെന്ന് തന്നെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അല്ലാതെ ഒരു കാര്യം പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി നേരിട്ടിടപെട്ട് ഒരു പ്രധാനപ്പെട്ട സ്ഥാപനത്തെ അതിൻ്റെ ചുമതല ഏൽപ്പിക്കുമ്പോൾ അവിടെ അവധാനതയില്ലാതെ പെരുമാറുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും രൂപത്തിലുള്ള ഗൂഢാലോചനയിൽ പങ്കാളിയായോ എന്നതിനെ സംബന്ധിച്ച് അന്വേഷിച്ച് കണ്ടുപിടിക്കാനുള്ള എല്ലാവിധ കാര്യങ്ങളും പുറത്തുവരുന്ന വിവരങ്ങളിൽ ഈ പറയുന്ന അവധാനതയില്ലായ്മയോ ഭരണതലത്തിലുള്ള സ്വാഭാവിക വീഴ്ചയോ പി ജയരാജൻ പറയുന്നവരൊന്നുമല്ല. പുറത്തുവരുന്നത് SITയുടെ കണ്ടെത്തലായി വരുന്നത് ഇവർ ഈ പോറ്റിയും പത്മകുമാറും തമ്മിലുള്ള ബന്ധങ്ങളെ പറ്റിയാണ്, കച്ചവട ബന്ധങ്ങളെ പറ്റിയാണ്, റിയൽ എസ്റ്റേറ്റ് ബന്ധങ്ങളെ പറ്റിയാണ്, ഉണ്ടാക്കിയ അസ്വാഭാവിക സാമ്പത്തിക നേട്ടങ്ങളെ പറ്റിയാണ്, വീട്ടിൽ വന്ന് ദീർഘനാൾ താമസിച്ചതിനെ പറ്റിയാണ്, ദേവസ്വം ബോർഡിൽ ഈ പത്മകുമാറിൻ്റെ ഓഫീസിൽ പോറ്റി സന്ദർശനായിരുന്നതിനെ പറ്റിയാണ്. പോട്ടെ, അതൊക്കെ വരട്ടെ. ഞാൻ അങ്ങനെയൊക്കെ തമട്ടക്കൽ വസന്തിയിലേക്ക് വരുന്നതിന് മുൻപ് ഇന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ നമ്മുടെ പ്രതിനിധി ക്രിസ്റ്റിന ചെറിയാനുമായി സംസാരിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക്. അപ്പോൾ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിൻ്റെ ഉത്തരവാദിത്വത്തിൽ അവരുടെ അറിവോടുകൂടി ശബരിമലയിലെ ധർമ്മശാസ്താവിൻ്റെ ശ്രീകോവിലിൻ്റെ വാതിലും കട്ടളയും ദ്വാരപാലക ശില്പവും വരെ അടിച്ചു മാറ്റിയ ആളുകളാണ് ഇവർ. കൊള്ളക്കാരാണ്. പത്മകുമാറിനെ തന്നെ ചോദ്യം ചെയ്യുമ്പോഴാണ് നിങ്ങൾ ദൈവതുല്യമായി കരുതിയ ഒരാളെ എന്ന് പറഞ്ഞത്. പത്മകുമാർ ദൈവതുല്യനായി കരുതിയ പാർട്ടിയിലെ നേതാവായിരിക്കും.
അതാരാണെന്ന് പത്മകുമാറാണ് വെളിപ്പെടുത്തുന്നത്. രാഷ്ട്രീയ നേതൃത്വത്തിന്, ഭരണ നേതൃത്വത്തിന് ശബരിമലയിൽ നടന്ന കൊള്ളയെക്കുറിച്ച് അറിയാമായിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി കടകംപള്ളി സുരേന്ദ്രന് ആത്മബന്ധം ഉണ്ടായിരുന്നു. കടകംപള്ളിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള ബന്ധത്തിൻ്റെ തെളിവുകൾ എൻ്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് ഞാൻ കോടതിയിൽ നേരിട്ടോളാം എന്ന് പറഞ്ഞത്. അഡ്വക്കേറ്റ് വസന്ത് സിറിയക്ക് ഇവിടെ കോടതിയിൽ നേരിടുകയല്ല വേണ്ടത്. പ്രതിപക്ഷ നേതാവിന് നാടിനോട് ഉത്തരവാദിത്തമുണ്ട്. അങ്ങനെ ഒരു മുൻ ദേവസ്വം മന്ത്രിക്ക് ഈ പറയുന്ന ഉഡായിപ്പിൻ്റെ ബുദ്ധികേന്ദ്രമെന്ന് പറയുന്നില്ല, ഉഡായിപ്പിൻ്റെ ഒരു പ്രധാനപ്പെട്ട കണ്ണി, പ്രധാനപ്പെട്ട ഒരു കരു പോറ്റിയുമായി അടുത്ത ബന്ധമുണ്ടെങ്കിൽ ആ തെളിവ് കേരളത്തോട് പറയാൻ പ്രതിപക്ഷ നേതാവ് ബാധ്യസ്ഥനാണ്. ഇനിയും അത് പുറത്തുവിടാൻ മടിയെന്തിനാണ് അഡ്വക്കേറ്റ് വസന്ത്? അല്ല, വരും ദിവസങ്ങളിൽ അത് പുറത്തു വരും ശ്രീ ഹാഷ്മി. ചിത്രമാണോ? പറ്റില്ല. ഞാൻ പറയുന്നത് ഒരു ചിത്രമാണോ? ചിത്രമാണെന്നുണ്ടെങ്കിൽ എല്ലാവരുടെ കയ്യിൽ എത്ര ചിത്രങ്ങൾ ഉണ്ടാവും? സർക്കാരും പെട്ടിരിക്കുന്നത് അല്ല, ചിത്രങ്ങൾ മാത്രമല്ലല്ലോ, വരും ദിവസങ്ങളിൽ കൂടുതൽ വിവരങ്ങൾ വെളിയിലേക്ക് വരും. ഏതായാലും കടകംപള്ളി പ്രതിപക്ഷ നേതാവിനെതിരെ നോട്ടീസ് അയച്ചിരിക്കുകയാണല്ലോ. അപ്പോൾ അത് നിയമത്തിന്റെ വേദിയിൽ തന്നെ അത് ചർച്ച ചെയ്യപ്പെടണം. ആ രീതിയിൽ തന്നെ മുമ്പോട്ട് പോകണം. എന്താ CPM മാത്രമാണോ ആ ഒരു വാദമുള്ളത്? സബ്ജുഡീസ് ആയി പോകും എന്നുള്ള വാദം CPM മാത്രമാണോ പറയാൻ പറ്റുക? അങ്ങനല്ല. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് നോട്ടീസ് അയച്ചിട്ടുണ്ട്, കൃത്യമായ ഉത്തരം പറയുകയും ചെയ്യും. കടകംപള്ളി പ്രതിപക്ഷ നേതാവിന് കോടതി എന്നതുപോലെ തന്നെ ബാധ്യത നാട്ടിലെ ജനങ്ങളോടുണ്ട്. ആ ദേവസ്വം മന്ത്രിക്ക് കള്ളനുമായി ബന്ധം, ആത്മബന്ധത്തിന് തെളിവുണ്ടെങ്കിൽ കേരളത്തോട് പറയണം, അത് കാണിക്കണം. അല്ല, അത് പറയില്ലെന്നല്ലല്ലോ ഹാഷ്മി പറഞ്ഞത്, പറയും. അതിന്റെ ദിവസങ്ങൾ വരികയാണല്ലോ. ഞങ്ങൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞില്ലേ, ഞങ്ങളുടെ ഏറ്റവും ആദ്യം ഈ വിഷയം ഉണ്ടായി വരുന്ന ദിവസം പോറ്റിയിൽ മാത്രമാണ് ഇത് ഒതുങ്ങുക എന്ന്, പോറ്റിക്കപ്പുറത്തേക്ക് മറ്റാരിലേക്കും പോകേണ്ട കാര്യമില്ല, പോറ്റി നടത്തിയ ഒരു അഴിമതിയാണിത് എന്ന് പറഞ്ഞിരുന്ന സർക്കാരിന്റെ മുമ്പിലേക്ക് ഞങ്ങൾ പറഞ്ഞിരുന്നല്ലോ, ഇത് വാസുവിലേക്ക് എത്തുമെന്നും, വാസുവിൽ മാത്രമല്ല വാസുവിൽ നിന്ന് വാസവനിലേക്ക് എത്തണമെന്നും, ഇത് പത്മകുമാറിലേക്ക് എത്തണമെന്നും, പത്മകുമാറിൽ മാത്രമല്ല പത്മകുമാറിൽ നിന്ന് പ്രശാന്തിലേക്ക് എത്തണമെന്നും, അങ്ങനെ മാത്രമാണ് ഇത് അവസാനിക്കാൻ സാധിക്കുകയെന്നും വളരെ കൃത്യമായി ഞങ്ങൾ പറഞ്ഞല്ലോ. വരും ദിവസങ്ങളിൽ ഞങ്ങൾ അതിൻ്റെ കൂടുതൽ തെളിവുകൾ പുറത്തു വിടുകയും ചെയ്യും. നേരത്തെ ഈ ഇടതു പ്രതിനിധി പറഞ്ഞ ഒരു വാദമുണ്ട്. എന്താണ്? സർക്കാരിനെ സംബന്ധിച്ച് ദേവസ്വം ബോർഡുമായി യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല, അതൊരു ഓട്ടോണമസ് ബോഡിയാണ്. അതുകൊണ്ട് തന്നെ സർക്കാരിന് യാതൊരു തരത്തിലും അതിൽ പങ്കുചേരാനില്ല. ആരെങ്കിലുമൊക്കെ ഇതിൽ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അവരെ വേർതിരിച്ചു കണ്ട് ചർച്ച ചെയ്യണം എന്നാണ് പറയുന്നത്. ഓക്കെ, ചർച്ച ചെയ്യാം. ആരാ പത്മകുമാർ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ആയിരുന്നു. പത്മകുമാർ കോന്നിയിൽ നിന്നുണ്ടായിരുന്ന നിങ്ങളുടെ MLA ആയിരുന്നു. പത്മകുമാർ 2 ടൈം നിങ്ങളുടെ നിയമസഭാ സ്ഥാനാർത്ഥിയായിരുന്നു. അതിനപ്പുറത്തേക്ക് കാലങ്ങളായി പത്മകുമാർ പത്തനംതിട്ട ജില്ലയിൽ, എൻ്റെ തൊട്ടടുത്ത ജില്ലയാണ് പത്തനംതിട്ട ജില്ലയിലെ CPMന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറാണ്, ഇപ്പോഴുമാണ്. ഇതാ നമ്മൾ ഈ ചർച്ച ചെയ്ത ഈ നിമിഷമുണ്ടല്ലോ, പത്മകുമാറിനെ അറസ്റ്റ് ചെയ്ത് ഏതാണ്ട് നേരത്തോട് നേരം പുലരുന്ന ഈ നിമിഷവും 24 മണിക്കൂറുകൾക്കപ്പുറവും പത്തനംതിട്ടയിലെ DC മെമ്പറും DC-യുടെ ഭാരവാഹിയുമാണ് ആര്? ഈ പത്മകുമാർ. ഇതേ പത്മകുമാറാണ് കഴിഞ്ഞ ദിവസം തന്നെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് എടുത്തില്ല എന്ന് പറഞ്ഞ് കോലാഹലമുണ്ടാക്കുന്നതും നമ്മൾ ഇത് കോടതിയുടെ ക്രെഡിറ്റ് ആണ് എന്ന് പറഞ്ഞാൽ കോടതിയാണ് ഇതിൽ നിങ്ങളിപ്പോ PS പ്രശാന്ത് പറയുന്നു ഈ രേഖകളൊക്കെ വിവരാവകാശ പ്രകാരം കിട്ടാവുന്നതാണ്, നിങ്ങൾക്ക് എടുക്കാമായിരുന്നു, നിങ്ങൾ ചെയ്തിട്ടില്ല, നിങ്ങൾക്ക് ഓഡിറ്റ് ചെയ്യാമായിരുന്നു, നിങ്ങൾ ചെയ്തിട്ടില്ല. ശ്രീ വസന്ത്, ശബരിമല യുവതീ പ്രവേശനങ്ങൾ നിങ്ങൾ നടത്തിയ സമരങ്ങളുടെ 100-ലൊന്നും ബലമില്ലാത്ത സമരങ്ങൾ നിങ്ങളിപ്പോൾ നടത്തുകയാണ്. എന്തുകൊണ്ടാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നതിനപ്പുറം സമരമുഖത്ത് രാമവാദം ബാധിച്ച പോലെ ഒരു മാന്യം? നേരത്തെ ശ്രീ സുരേഷ് കുമാർ പറയുന്നത് പോലെ നിങ്ങളുടെ അലമാരയിലും അഴിമതിയുടെ അസ്ഥികൂടം ഉള്ളതുകൊണ്ടാണോ VS ശിവകുമാർ സഹോദരൻ VS ജയകുമാർ ബോർഡ് സെക്രട്ടറി ആയിരിക്കെ വാങ്ങിയ പാത്രങ്ങളുടെ പേരിൽ നടത്തിയ അഴിമതി എന്ന് പറഞ്ഞാൽ സുരേഷ് കുമാർ പറഞ്ഞത് 1.83 കോടിയല്ല, 1.87 കോടി അഴിമതി നടന്നു എന്താണ് ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയത്? അതുകൊണ്ടാണോ ഒരു മാന്യം വസന്ത്? യാതൊരു മാന്ദ്യത്തിന് ആവശ്യമില്ല. 10 വർഷമായി ഞങ്ങൾ ഭരിക്കുകയല്ലോ ഹാഷ്മി. 10 വർഷമായിട്ട് ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത് ഉമ്മൻചാണ്ടി രമേശ് ചെന്നിത്തലയല്ലല്ലോ. 10 വർഷമായി ഇവരല്ലേ ഭരിക്കുന്നത്. പിടിച്ചകത്തിടട്ടെ, പിടിച്ച് അന്വേഷണം നടത്തി ആ വിഷയവുമായി മുമ്പോട്ട് പോട്ടെ. ഞങ്ങൾക്ക് കാര്യം ഭയപ്പെടാനില്ല. പിന്നെ അങ്ങ് സൂചിപ്പിക്കുന്നത് പോലെ സമരങ്ങളിൽ യാതൊരു തരത്തിലുള്ള മാന്ദ്യമോ യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയുമില്ല. സ്വർണ്ണക്കള്ള തുടങ്ങിയ ദിവസമാണ് ഈ കോൺഗ്രസിനെ സംബന്ധിച്ച് സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളെ അണിനിരത്തിക്കൊണ്ട് ഞങ്ങൾ ശബരിമല വിശ്വാസ സംരക്ഷണ യാത്രയുമായി ഇറങ്ങി പുറപ്പെട്ടത്. ശബരിമല സംരക്ഷണ യാത്രയുമായി ഇറങ്ങി പുറപ്പെട്ടത്. വിവിധ മേഖലകളിൽ കെ മുരളീധരൻ നയിക്കുന്ന, ബെന്നി ബെഹനാൻ നയിക്കുന്ന, അടൂർ പ്രകാശ് നയിക്കുന്ന യാത്രകൾ അത് പന്തളത്തെത്തിച്ചേരുമ്പോഴത്തേക്ക് വലിയ ജനസാക്ഷ്യം അതിനെ അഭിരമിക്കുന്നത്, അതിനെ അനുനയിക്കുന്നത് നമ്മൾ കണ്ടില്ലേ. അപ്പോൾ വരും ദിവസങ്ങളിൽ ഞങ്ങൾ വലിയ സമരങ്ങളുമായി പോകും. കടകംപള്ളിയിലേക്ക് അന്വേഷണം എത്തിയില്ലെങ്കിൽ, വാസവനിലേക്ക് എത്തിയില്ലെങ്കിൽ, അത് തെരുവിൽ കരിങ്കോടി കണ്ടല്ലാതെ അവർക്ക് ആർക്കും വെളിയിലിറങ്ങി നടക്കാൻ പറ്റില്ല. ശബരിമലയിലേക്ക് പോകുമ്പോൾ കറുത്ത വസ്ത്രം ധരിക്കണം എന്ന കണക്കിന് ശബരിമലയിൽ കൊള്ള നടത്തിയവരാരും കറുപ്പ് കാണാതെ തെരുവിലിറങ്ങാത്ത അവസ്ഥ
അവസ്ഥയിലേക്കുള്ള സമരങ്ങളുമായി ഇനി ഞങ്ങൾ എപ്പോഴാണ് മുമ്പോട്ട് വസന്ത്? പോകുമെന്നതിൽ യാതൊരു സംശയം വേണ്ട. വിജയ് മല്യ കൊടുത്ത ഇനി സ്വർണം എപ്പോഴാണ് അടിച്ചു വസന്ത് മാറ്റിയത് ഇവിടെ ലോകത്തിന് മുന്നിൽ കേരളത്തിന് വെക്കാനുള്ള കേരളത്തിന്റെ അഭിമാന ക്ഷേത്രത്തിൽ നടത്തിയ മാരകമായ കൊള്ളയുടെ വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിങ്ങളുടെ മുഖ്യ എതിർ പാർട്ടിയുടെ ഒരു ജില്ലാ നേതൃത്വത്തിൽപ്പെട്ട ഒരാൾ ഇപ്പോൾ അകത്ത് കിടക്കുകയാണ്. നിങ്ങൾ എന്നാണ് ഇനി കരിങ്കൊടിയുമായി തെരുവിൽ ഇറങ്ങുന്നത്? നിങ്ങൾക്കൊരു യൂത്ത് കോൺഗ്രസ് ഇല്ലേ? എവിടെയാണ് യൂത്ത് കോൺഗ്രസ്? അല്ല, ആരാണ് എവിടെയാണ് പറഞ്ഞത് സമരങ്ങൾ? സമരരംഗത്ത് കോൺഗ്രസ് ഇല്ലെന്ന്? ആരാണ് അങ്ങോട്ട് പറഞ്ഞത് തെരുവിൽ സമരമില്ലെന്ന്? പത്തനംതിട്ടയിലടക്കം ഇന്ന് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധമുണ്ടായിരുന്നു. വരും ദിവസങ്ങളിൽ സംസ്ഥാന ലീഡർഷിപ്പ് അത് ഏറ്റെടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. നാളെയും മറ്റന്നാളും ഒക്കെ സെക്രട്ടേറിയറ്റ് മാർച്ചുകൾ അടക്കമുള്ള വിഷയങ്ങളിലേക്ക് ഞങ്ങൾ കടന്നുപോകും. ഇപ്പോൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചില സാങ്കേതികമായ തിരക്കുകൾ ഉണ്ട് എങ്കിൽ പോലും അത് ഒരു എക്സ്ക്യൂസ് അല്ല. പക്ഷേ അതിനപ്പുറത്ത് ഞങ്ങൾ തെരുവിൽ സമരരംഗത്തുണ്ട്, ഇനിയും ഉണ്ടാകും, വരും ദിവസങ്ങളിലും ഉണ്ടാകും എന്നതിൽ സംശയം വേണ്ട. വിജയ് മല്യ കൊടുത്ത സ്വർണം അടിച്ചുകൊണ്ട് പോയത് വിജയന്റെ സർക്കാരാണ് എന്ന് നാട്ടുകാർക്ക് എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞു. ആ കാര്യത്തിൽ ബഹുമാനപ്പെട്ട കേരളത്തിന്റെ ഹൈക്കോടതിക്ക് കൃത്യമായ ബോധ്യമുണ്ട്. നേരത്തെ അങ്ങ് സൂചിപ്പിച്ച ശരിയാണ്, ഞങ്ങൾക്ക് അതിൽ ക്രെഡിറ്റ് ഇല്ല. പക്ഷെ ബഹുമാനപ്പെട്ട കേരളത്തിന്റെ ഹൈക്കോടതിക്ക് അതിൽ കൃത്യമായ ക്രെഡിറ്റ് ഉണ്ട് എന്ന് മാത്രമല്ല, ആദ്യം ആ വിഷയത്തിൽ അന്വേഷണം പ്രഖ്യാപിക്കുമ്പോൾ കേരളത്തിന്റെ ഹൈക്കോടതി പുറത്തുവിടുന്ന 56 പേജുള്ള ഓർഡർ ഉണ്ടല്ലോ, അന്വേഷണം SIT രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട ഓർഡർ. ആ സമയത്ത് വിജിലൻസ് പറയുന്നുണ്ട് 10-ാം തീയതിക്കുള്ളിൽ ഞങ്ങൾ എന്ത് ചെയ്യാം, ഈ അന്വേഷണം പൂർത്തീകരിച്ച് നൽകാം. അപ്പോഴാണ് ഹൈക്കോടതി പറയുന്നത് അത് വേണ്ട, ഞങ്ങൾ ഇതാ പുതിയൊരു അന്വേഷണ കമ്മിറ്റിയെ വെക്കാൻ പോവുകയാണ്, പുതിയൊരു SIT വെക്കാൻ പോവുകയാണ്, അവരന്വേഷിക്കട്ടെ എന്ന് പറയുന്നത്. ആ ഓർഡറിൽ കൃത്യമായി കേരളത്തിന്റെ ഹൈക്കോടതി എന്താണ് ഇപ്പൊ നേരത്തെ ഇടതു പ്രതിനിധി പറഞ്ഞു കോടതി പ്രഖ്യാപിക്കട്ടെ കുറ്റക്കാരനാണ് എന്ന്. പക്ഷെ ആ ഓർഡർ എടുത്ത് വായിച്ചു നോക്കിയാൽ അറിയാം, വളരെ കൃത്യമായി പറയുന്നുണ്ട് താങ്കൾ ആ പറയുന്ന ഉത്തരവിന് മുമ്പ് ഇടക്കാല ഉത്തരവ് ഉണ്ടായിട്ടുണ്ട്. താങ്കൾ ആ പറയുന്ന SIT രൂപീകരണ ഉത്തരവല്ല ആദ്യ ഉത്തരവ്, അതിന് മുമ്പ് 2-3 ഇടക്കാല ഉത്തരവ് ഉണ്ടായി. ആദ്യ ഉത്തരവ് ഉണ്ടാകുമ്പോഴൊന്നും ഒരു പ്രതിപക്ഷ ശബ്ദവും കേട്ടില്ല കേട്ടോ കേരളത്തിൽ. അത് ആ വിഷയം ആദ്യമായി ചർച്ചയ്ക്കെടുത്ത് മാധ്യമപ്രവർത്തന കോൺഫറൻസിലാണ് പറയുന്നത്. ഒരു പ്രതിപക്ഷ ശബ്ദവും ഉണ്ടായില്ല. പിന്നെ വന്നു, ശരി ഞാൻ അങ്ങനെയൊക്കെ എത്താം. JR പത്മവാർത്ത ഇന്നലെ തുഷാർ വെള്ളാപ്പള്ളി സാമാന്യവൽക്കരിക്കുന്നുണ്ട്. മുൻകാലങ്ങളിലടക്കം ഭരിച്ച എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട് എന്ന് പറയുകയാണ്. മറ്റുള്ളവർ മോഷ്ടിച്ചതിന്റെ ബാക്കിയാണോ പത്മകുമാർ എടുത്തത് എന്നറിയില്ലല്ലോ എന്നിങ്ങനെ പറയും നിങ്ങളുടെ ഘടകകക്ഷി തുഷാർ വെള്ളാപ്പള്ളി. ഇനി അച്ഛൻ വെള്ളാപ്പള്ളിക്ക് സർക്കാരിൽ പൂർണ്ണ വിശ്വാസമാണ്, കടുത്ത വിമർശനങ്ങൾക്കില്ല. സുകുമാരൻ നായർക്കാവട്ടെ അതിനേക്കാൾ മാർദ്ദവം, പഞ്ചസാര പാലുമുട്ടായ മട്ടിലാണ്, അസാധാരണ സൗമ്യതയിലാണ് പ്രതികരണം. കേരളത്തിലെ പ്രധാനപ്പെട്ട 2 സമുദായ സംഘടനാ നേതാക്കളുടെ ആ സർക്കാർ വിശ്വാസം ആ വിഭാഗത്തിൽപ്പെട്ട വിശ്വാസികളുടെ വിശ്വാസമാണ് അല്ലേ JR? അല്ല, അത് ഞാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രതിനിധി എന്നുള്ള നിലയിലാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും എല്ലാ കഴിഞ്ഞ കാലങ്ങളിൽ ശബരിമല ക്ഷേത്രവുമായും ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അന്വേഷിക്കണമെന്ന് തന്നെയാണ്. ഞങ്ങൾക്ക് ഏതെങ്കിലും ഒരു പ്രത്യേക ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമല്ല, പൊതുവിൽ അന്വേഷിക്കണം. ഇതൊരു ഈ ദേവസ്വം ബോർഡും ദേവസ്വം ഭരണവും എല്ലാം ഒരു തിരുട്ടു സംഘം പോലെ ആക്കി മാറ്റിയ ഈ രാഷ്ട്രീയ മേലാളന്മാരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അന്വേഷിക്കണം എന്ന് തന്നെയാണ്. അതിൽ ഞങ്ങളെ NDA കക്ഷികളിലും തന്നെയാണ് ആവശ്യം ഉന്നയിച്ചിട്ടുള്ളത്, ഘടകകക്ഷികളും തന്നെയാണ് ആവശ്യം ഉന്നയിച്ചിട്ടുള്ളത്. കഴിഞ്ഞ കാലങ്ങളിൽ നടന്നത് ഏതെങ്കിലും ഒരു ഡേറ്റ് വെച്ചിട്ട് കട്ട് ഓഫ് ഡേറ്റ് വെച്ചിട്ട് അത് അവിടം വരെ അന്വേഷിച്ചാൽ മതി എന്നുള്ളതല്ല. കേരളത്തിലെ ക്ഷേത്രങ്ങളെ തകർക്കാൻ, വിശ്വാസങ്ങളെ തകർക്കാൻ നടത്തിയിട്ടുള്ള ഈ ശ്രമങ്ങൾ, അതിൽ രാഷ്ട്രീയ ഇടപാടുകൾ, അതിൽ രാഷ്ട്രീയമായി സപ്പോർട്ട് കൊടുത്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും അന്വേഷിക്കണം. അത് സമൂഹത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം. ഈ ഭക്തജനങ്ങളെ ദ്രോഹിച്ചിട്ടുള്ള എല്ലാ നടപടികളും പുറത്തു കൊണ്ടുവരണം എന്ന് തന്നെയാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഇവിടെ പറഞ്ഞു വരുന്നത് ഒരു സാമാന്യവൽക്കരിച്ചിട്ട് ഇതൊരു എല്ലാ കാലത്തും ഇങ്ങനെ നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെ അവസാനിപ്പിക്കാൻ കഴിയില്ല. എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ടാവും, അതുപോലെ ഉണ്ടാവുള്ളൂ ഇവിടെ എന്നൊക്കെ പറഞ്ഞു. അദ്ദേഹത്തിനും കാര്യമായ വിമർശനമില്ല, വെള്ളാപ്പള്ളിക്കില്ല, സുകുമാരൻ നായർക്കില്ല, ആർക്കുമില്ല പ്രശ്നം. സുകുമാരൻ നായരൊക്കെ സാധാരണ ഇങ്ങനെയാണോ പ്രതികരിക്കുക ഒരു വിഷയത്തിൽ? അവരോട് വെള്ളാപ്പള്ളിയോ അല്ല, ഞാൻ ഏതെങ്കിലും സമുദായ നേതാവിൻ്റെ വക്താവായിട്ടല്ല വന്നത്. ഞങ്ങളുടെ ഭാരതീയ ജനതാ പാർട്ടി എന്നുള്ള രാഷ്ട്രീയ കക്ഷിയുടെ അതിൻ്റെ നിലപാട് പറയുകയാണ്. ഞങ്ങളുടെ നിലപാട് ഇതാണ്: സത്യസന്ധമായി അന്വേഷിക്കണം. കഴിഞ്ഞ കാലങ്ങളിൽ നടന്നിട്ടുള്ള അഴിമതികളെക്കുറിച്ച്, ഈ ക്ഷേത്രക്കൊള്ളയെക്കുറിച്ച്, വിശ്വാസ ദംശനങ്ങൾ നടത്തിയിട്ടുള്ളതിനെക്കുറിച്ച് ഇതൊക്കെ അന്വേഷിക്കണം. അതിൽ യാതൊരു സംശയവുമില്ല. ഏതെങ്കിലും ഒരു സമുദായ സംഘടനകളുടെ അവരുടെ നിലപാട് ഇന്നതാണോ അല്ല എന്ന് പറയാനല്ല ഞാൻ പറഞ്ഞത് ഭാരതീയ ജനതാ പാർട്ടിയുടെ നിലപാടാണ്. ഇത് കുറ്റാരോപിത എന്നുള്ള നിലയിൽ ഇത് എടുക്കാൻ കഴിയില്ല. വളരെ കാര്യമായി ഹൈക്കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിൽ ഉണ്ടായിട്ടുള്ള സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം വളരെ ശക്തമായിട്ടൊരു അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ CPM പ്രതിനിധി പറഞ്ഞിട്ടുള്ള SITയിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്.
SIT-യിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. പക്ഷേ SIT നടത്തിയ അന്വേഷണം മൊഴികളുടെ അടിസ്ഥാനത്തിൽ, തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പൊളിറ്റിക്കൽ അപ്പോയിൻമെന്റിന്റെ ഭാഗമായിട്ട് നടത്തിയിട്ടുള്ള ചുമതല ഏറ്റെടുത്ത 2 ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അതിൽ ഞങ്ങൾക്ക് അവർക്ക് എതിരെയുള്ള ആരോപണങ്ങൾ ആരോപണങ്ങൾ മാത്രമാണ്. പക്ഷേ SIT-യിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഇരട്ടത്താപ്പാണ്. SIT-യിൽ നിങ്ങൾ വിശ്വാസമുണ്ട് എങ്കിൽ SIT അന്വേഷണത്തിന്റെ ഭാഗമായി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ, മൊഴികളുടെ അടിസ്ഥാനത്തിൽ അറസ്റ്റ് ചെയ്ത ആളുകളെ തള്ളിപ്പറയാൻ അവർ തയ്യാറാകണം. അവർ തയ്യാറാകുന്നില്ല. അവർ പറയുന്നത് കുറ്റാരോപണമാണ്, കോടതി പറയട്ടെ എന്നാണ്. കോടതി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം വന്നത്. അവർ വെറുതെ ഒരു FIR രജിസ്റ്റർ ചെയ്തിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ആരെയും അറസ്റ്റ് ചെയ്തതല്ലല്ലോ. CPM-ന്റെ പൊളിറ്റിക്കൽ അപ്പോയിൻമെന്റിന്റെ ഭാഗമായിട്ട് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായി വന്ന ആളുകളാണ്. ഒരാരും ചില്ലറക്കാരൊന്നുമല്ല. വാസുവിനെ സംബന്ധിച്ചിടത്തോളം, പത്മകുമാറിനെ സംബന്ധിച്ചിടത്തോളം 42 വർഷക്കാലം, നേരത്തെ ഇവിടെ ആരോ സൂചിപ്പിച്ചു, കോൺഗ്രസിനെ പ്രതി സൂചിപ്പിച്ചു, 42 വർഷക്കാലമായിട്ട് CPM-ന്റെ ജില്ലാ കമ്മിറ്റി മെമ്പർ, 32 വർഷക്കാലമായി സെക്രട്ടേറിയറ്റ് മെമ്പറായി പ്രവർത്തിക്കുന്ന ആൾ, പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന ആൾ, MLA ആയിരുന്ന ആൾ, DYയുടെ സംസ്ഥാന നേതാവായിരുന്ന ആൾ ഇത്തരത്തിൽ ഒരു ക്ഷേത്രം, ഒരു ഭരണത്തിന്റെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ക്ഷേത്രം കൊള്ളയടിക്കാൻ കൂട്ടുനിന്നിട്ടുണ്ട് എങ്കിൽ അതിന് മറുപടി പറയേണ്ടത് അപ്പോയിൻമെന്റ് ചെയ്ത ആളുകളാണ്. ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഇത്തരത്തിന് ഇതിന്റെ നടപടികളുമായി മുന്നോട്ട് പോയ ആളുകളെ തള്ളിപ്പറയും, അവർക്കെതിരെ മാതൃകാപരമായി നടപടി സ്വീകരിക്കാൻ പാർട്ടി തയ്യാറാകണം. തയ്യാറാകണം. അത് ചെയ്യുന്നില്ല. അവരിപ്പോഴും ആരോപണം മാത്രമാണ് പറയുന്നത്. മാത്രമല്ല, പറഞ്ഞോളൂ, പൂർത്തിയാക്കോളൂ. അല്ല, ഇത് ലഘുവായി കാണാൻ കഴിയില്ല. ഇപ്പോഴുള്ള ഭരണ സംവിധാനത്തിന്റെ ഭാഗമായിട്ട് നടന്നിട്ടുള്ള അഴിമതികൾ, അതേക്കുറിച്ച് അന്വേഷിക്കണം. ഈ കൊള്ള, അതിനെക്കുറിച്ച് അന്വേഷിക്കണം. മാത്രമല്ല, ഇപ്പോൾ ഒരു കാര്യം കൂടി ഹാഷ്മി മനസ്സിലാക്കാനുള്ളത്, ഈ ജയിലിൽ കിടന്നുകൊണ്ട് ഈ കസ്റ്റഡിയിൽ വന്നിട്ട് ഇവർ പറഞ്ഞിട്ടുള്ള മൊഴികൾ, അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോരാടുന്നുണ്ട്. മാധ്യമങ്ങളിൽ കൂടി പുറത്തു വന്നിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിലുണ്ട്. അവർ പറയുന്ന കാര്യങ്ങൾ, മാധ്യമങ്ങളിൽ കൂടി വന്നിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ ഇത് എവിടെയാണ് ഒറിജിനേറ്റ് ചെയ്തത്? എവിടെയാണ് ആദ്യം ഈ പോറ്റി ആദ്യം അപേക്ഷ കൊടുക്കുന്നത്? ഈ ക്ഷേത്രം അവർ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ ഇങ്ങനെ മങ്ങിക്കൊണ്ടിരിക്കുന്നു, ഗോപുരം, നമ്മുടെ ദ്വാരപാലക ശില്പങ്ങളുടെ ഭംഗി അല്ലെങ്കിൽ ശോഭ കെട്ടുപോകുന്നു, മങ്ങിപ്പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട്, അതുകൊണ്ട് അത് ഉടനെ മാറ്റണം എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം ഈ അപേക്ഷ കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു കാര്യം ഒറിജിനേറ്റ് ചെയ്യുന്ന എവിടെയാ? അന്നത്തെ ദേവസ്വം വകുപ്പ് മന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ് എന്നാണ് പറയുന്നത്. നമുക്ക് സുരേഷ് കുമാറിന്റെ കാര്യം ചോദിക്കാം. എന്തായാലും ഈ പറഞ്ഞ മൊഴികൾ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാകുന്നുണ്ട് എന്ന് പറഞ്ഞാൽ, ഈ ചോദ്യം ചെയ്യലിൽ ആരും സംരക്ഷിച്ചിട്ട്, പ്രത്യേകിച്ച് ബുദ്ധി കേന്ദ്രങ്ങളെ താങ്ങി നിർത്തിയിട്ട് കാര്യമില്ല എന്ന തിരിച്ചറിവിൽ മണി പോലെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതാണ് ഈ അറസ്റ്റിലേക്ക് പോകുന്നത് കേൾക്കുന്നത്. നമുക്കറിയില്ല. ശ്രീ BN ഭാസ്കർ, ഇവിടെ നോക്കൂ, കോടതി കണ്ടത് നമ്മൾ യഥാർത്ഥത്തിൽ കണ്ടിട്ടില്ല, ഒരു മാധ്യമം കണ്ടിട്ടില്ല. അങ്ങേയറ്റം സീക്രസി അതിലുണ്ട്. ഒരു ഘട്ടത്തിൽ സർക്കാർ അഭിഭാഷകനോട് പോലും പുറത്തിറങ്ങി നിൽക്കാൻ പറയുന്നുണ്ട് കോടതി. മാധ്യമങ്ങൾക്ക് വാർത്ത കൊടുക്കരുതെന്ന് SIT-ക്ക് കർശനമായ നിർദ്ദേശം കൊടുക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ കേസ് പരിഗണിക്കുമ്പോഴും മൈക്ക് മ്യൂട്ട് ആയിരുന്നു വാദങ്ങൾ. ശ്രീ ഹസ്കർ, പക്ഷെ ഉത്തരവിലേക്ക് വരുമ്പോൾ ഈ പറയുന്ന ദ്വാരപാലകരെ അടിച്ചുമാറ്റി വലിയ സാമ്പത്തിക ലാഭത്തിന് വിറ്റോ എന്ന് അന്വേഷിക്കണമെന്നും, സുഭാഷ് കപൂർ മോഡൽ അന്വേഷിക്കണമെന്നും കോടതി വാക്കാൽ പറയുന്നതല്ല, അത് രേഖകൾ എഴുതി വെക്കുകയാണ്. ശ്രീ ഹസ്കർ, ആ കൊള്ളയ്ക്ക് നമ്മൾ കണ്ട ഡയമെൻഷൻ അല്ല. ഹാഷ്മി, കേൾക്കാം. ഹാഷ്മി, ഇതിൽ ഏറ്റവും അടിസ്ഥാനപരമായി കാണേണ്ടത് സുഭാഷ് കപൂർ മോഡൽ കൊള്ളയാണ്. ഇതിലൊരു സംശയ ഇക്കാര്യത്തിൽ വേണ്ട. ശബരിമലയുടെ ഓരോ തരി മണ്ണ് പോലും നഷ്ടപ്പെടരുത് എന്ന് ആഗ്രഹിക്കുന്നവരാണ് കേരളത്തിലെ പൊതുസമൂഹമാകുവാനും. അതിന് ഉത്തമമായി സംരക്ഷിക്കുക എന്ന ദൗത്യമായിരുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഭാരവാഹികൾ എന്ന നിലയിൽ ഓരോ ഭാരവാഹികളെയും ചുമതലയേൽപ്പിക്കുന്നത്. അതിൽ ഇപ്പോൾ ഇടതുപക്ഷം എടുത്തിട്ടുള്ള ഏറ്റവും നിർണായകവും ഏറ്റവും അഭിനന്ദനാർഹവുമായിട്ടുള്ള ഒരു തീരുമാനം എന്ന് പറയുന്നത് ശ്രീ ജയകുമാർ സാറിനെ പോലുള്ള ഏറ്റവും പ്രശസ്തനായ ഒരു ബ്യൂറോക്രാറ്റിനെ ദേവസ്വം ബോർഡിന്റെ തലപ്പത്ത് കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ്. അതൊരു രാഷ്ട്രീയ തീരുമാനം കൂടിയായിരുന്നു. ആ രാഷ്ട്രീയ തീരുമാനമാണ് ഇപ്പോൾ വല്ലാതെ വലതുപക്ഷത്തെയും പ്രതിപക്ഷത്തെയും അസ്വാരസ്യത്തിലാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള കാരണം. ഇവിടെ കോടതി കണ്ട രേഖകൾ ഇപ്പോൾ നിലവിൽ ഏറ്റവും വലിയ ചോദ്യം പ്രതിപക്ഷം ഉന്നയിച്ചുകൊണ്ടേയിരിക്കുന്നത് ഇപ്പോൾ പത്മകുമാറിന് എന്തുകൊണ്ട് CPM നടപടിയെടുക്കുന്നില്ല എന്നുള്ളത് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ചോദ്യമാണ് ഉന്നയിക്കുന്നത്. രണ്ടാമത് ഉന്നയിക്കുന്ന ചോദ്യം ഇപ്പോൾ ശ്രീ JR പത്മകുമാർ അടക്കം ഉന്നയിച്ചത് മന്ത്രിയുടെ ഓഫീസിലേക്ക് വന്ന ഒരു അപേക്ഷയെ പരിഗണിച്ചാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലേക്ക് വന്നത്.
ഇതെല്ലാം വിചിത്ര വാദങ്ങളായി നമ്മുടെ അന്തരീക്ഷത്തിൽ നിൽക്കുന്ന വാദമുഖങ്ങൾ മാത്രമാണ്. എന്തുകൊണ്ടെന്നാൽ ഇപ്പൊ മന്ത്രിയുടെ ഓഫീസിലേക്ക് ഒരു അപേക്ഷ ഏതെങ്കിലും ഘട്ടത്തിൽ ഏതെങ്കിലും മന്ത്രിയുടെ ഓഫീസിലേക്ക് ഒരു അപേക്ഷ വന്നാൽ ആ ഫയൽ ഒപ്പിട്ടപ്പ് ചെയ്യാൻ പറയും. അത് കൃത്യമായി പൊതുസമൂഹത്തിൽ ആർക്കും കാണാൻ കഴിയുന്ന തരത്തിൽ ആ രേഖകൾ മന്ത്രിയുടെ ഓഫീസുകളിലും സെക്രട്ടേറിയറ്റിലും ഉണ്ടാകുമെന്നുള്ളതാണ്. അത് വിവരാവകാശ പ്രകാരം ആര് ചോദിച്ചാലും കിട്ടുമായിരുന്നു. അങ്ങ് നേരത്തെ ബസന്തിനോട് ആ ചോദ്യം ചോദിക്കുകയും ചെയ്തിരുന്നു. എന്തുകൊണ്ട് വിവരാവകാശ പ്രകാരം ഈ രേഖകൾ കണ്ടെടുക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായും ഇതിൽ വന്നിട്ടുള്ള ഒരു വലിയ വിചിത്രമായിട്ടുള്ള ഒരു നിലപാട് എന്ന് പറയുന്നത് ഏതു തരത്തിലും ശബരിമല ഒരു സുവർണവസ്ത്രമായി കാണാൻ കഴിയുമോ എന്നുള്ളതാണ് പ്രതിപക്ഷം ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഇവിടെ ശബരിമലയിലെ സ്വർണം നഷ്ടപ്പെടുന്നതിനപ്പുറം ഇപ്പോൾ ആരെങ്കിലും ജയിലിലടക്കുക എന്നുള്ളതാണ്. ഞാൻ ചില നിലപാടുകളെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കുന്നത് വാസുവിന്റെ കറുപ്പാണോ നിങ്ങളുടെ പ്രശ്നം എന്ന് ചോദിച്ചായിരുന്നു. ആ നിലപാടിൽ മാറ്റമുണ്ടോ? അല്ല, നിശ്ചയമായും ഞാൻ ആ നിലപാടിൽ തന്നെ നിൽക്കുന്ന ആളാണ്. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ വാസു സാറിനെ വളരെ കൃത്യമായി നിശിതമായി വിമർശിക്കുമ്പോൾ അദ്ദേഹം ചെയ്തില്ല. ഞാൻ ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നത് അദ്ദേഹത്തിന് ഒരു ഇൻഅഡ്വർട്ടന്റ് മിസ്റ്റേക്ക് അല്ലെങ്കിൽ ഒമിഷൻ, ഒരു കുറ്റകരമായിട്ടുള്ള യാതൊരു ക്രിമിനൽ ആക്ടിവിറ്റിയും അദ്ദേഹത്തിന്റെ പ്രവൃത്തികൾ ഉണ്ടായിരുന്നില്ല എന്നുറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ്. എന്തുകൊണ്ടെന്നാൽ അദ്ദേഹത്തിന്റെ ദീർഘകാലത്തെ അദ്ദേഹത്തിന്റെ പൊതുജീവിതത്തെ അറിയുന്ന ഒരാളെന്ന നിലയിലാണ് ഞാനത് കൃത്യമായി പറയുന്നത്. അദ്ദേഹം ഒരുപക്ഷെ പണമുണ്ടാക്കാനോ അഴിമതി നടത്താനോ ഏറ്റവും നല്ല അവസരമുണ്ടായിരുന്നത് അദ്ദേഹം ഒരു മന്ത്രിയുടെ ഏറ്റവും മികച്ച മന്ത്രിയായിരുന്നു ഒരു കാലഘട്ടത്തിൽ സർ പി കെ ഗുരുദാസൻ. അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറി അദ്ദേഹം പ്രവർത്തിച്ചിരുന്ന കാലത്തിൽ അഴിമതിയുടെ ആ മന്ത്രിസഭയ്ക്കോ ആ മന്ത്രിക്കോ ഒരു തരത്തിലുള്ള പോറലേൽക്കുന്ന തരത്തിൽ ഒരു പ്രവൃത്തിയും അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. ആ വളരെ കൃത്യവും കർക്കശവുമായിട്ടുള്ള നിലപാടെടുക്കുന്ന ഒരു ബ്യൂറോക്രാറ്റ് ആയിട്ടാണ് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുള്ളത് എന്ന് ഉത്തമ ബോധ്യമുള്ളതുകൊണ്ടാണ് ഞാനിത് ആവർത്തിച്ചു പറയുന്നത്. നാളെ നിങ്ങളടക്കം ഇപ്പോൾ വാസു സാറിനെ വിമർശിച്ചുകൊണ്ടേയിരിക്കുന്ന മുഴുവൻ ആളുകളും, നമ്മൾ ഒരു കാലഘട്ടത്തിൽ കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്ന ഒരു കാലഘട്ടത്തിൽ ചാരക്കേസ് നമുക്കിപ്പോൾ ഓർമ്മയുണ്ട്. ശ്രീ നമ്പി നാരായണനെ നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ട്. ശ്രീ നമ്പി നാരായണൻ ദീർഘകാലം ജയിലിൽ കിടക്കുകയും വീടിന് പുറത്തിറങ്ങാൻ പോലും കഴിയാതെ വീടിനുള്ളിൽ അടച്ചിരിക്കേണ്ടി വന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അന്ന് നമ്മൾ ഓരോരുത്തരും വിശ്വസിച്ചിരുന്നത് നമ്പിനാരായൺ ഇന്ത്യയുടെ ISROയുടെ രഹസ്യങ്ങൾ ചാരപ്രവൃത്തി ചെയ്തു എന്ന് ഉറച്ചു വിശ്വസിച്ചിരുന്നവരായിരുന്നു എങ്കിൽ പിന്നീട് പൊതുസമൂഹം എന്തുകൊണ്ട് നമ്പി നാരായണന് ഇത്ര വലിയ അംഗീകാരം കൊടുത്തു എന്നതുപോലെ നാളെ കാലത്തിന്റെ കാവ്യനീതി പോലെ വാസു സാർ നിരപരാധിയാണ്. വാസു സാറിന്റെ കാര്യത്തിലുള്ള കോൺഫറൻസ് എന്തുകൊണ്ടാണ് പത്മകുമാർ സാറിന്റെ കാര്യത്തിൽ പറയാത്തത്? പറയേണ്ടി വരും. വാസു സാറിന്റെ കാര്യത്തിൽ പറയുന്ന കോൺഫറൻസ് എന്തുകൊണ്ടാണ് പത്മകുമാർ സാറിന്റെ കാര്യത്തിൽ പറയാത്തത്? എനിക്ക് ആ ഒരു എന്തുകൊണ്ട് സഖാവ് പത്മകുമാറിനെ സംബന്ധിച്ച് അത്ര അടുത്ത ബന്ധം എനിക്കില്ലാത്തതുകൊണ്ടാണ്. വ്യക്തിപരമായ അടുത്ത ബന്ധമുള്ള ഒരാളെ സംബന്ധിച്ച് ഉറച്ച വിശ്വാസത്തോടു കൂടി അക്കാര്യം എനിക്ക് പറയാം. ഞാൻ അത് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നതാണ്. കാരണം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വാസുദാർ നടത്തിയിട്ടുള്ളത് ആ ബോർഡിലേക്ക് ഉചിതമായ തീരുമാനമെടുത്ത് ബോർഡ് തലത്തിൽ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കണമെന്ന ഒരു നോട്ട് മാത്രമാണ് അദ്ദേഹത്തെ ഇപ്പോൾ ജയിൽവാസത്തിലേക്ക് എത്തിച്ചിട്ടുള്ളത്. എന്നാൽ ആ ബോർഡിൽ ചർച്ച ചെയ്തു എന്നുള്ള കുറ്റകൃത്യമാണ് ഇപ്പോൾ നേരത്തെ പിച്ചള, ഞാൻ മനസ്സിലാക്കുന്നത് പിച്ചള എന്ന് എഴുതി വെക്കപ്പെട്ട അജണ്ട, ബോർഡിന്റെ അജണ്ടയിൽ അത് വെട്ടിത്തിരുത്തി അത് ചെമ്പ് പാളി എന്ന് സ്വന്തം കൈപ്പടയിൽ പത്മകുമാർ എഴുതി എന്നുള്ളതാണ്. അത് ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ബോധ്യങ്ങളുടെ കൂടി അടിസ്ഥാനത്തിലാണ്. അന്ന് ആ ബോധ്യങ്ങളുടെ കൂടി അടിസ്ഥാനത്തിൽ അദ്ദേഹം അത് തിരുത്തിയതാണ് അദ്ദേഹത്തിന് വിനയായി തീർന്നിട്ടുള്ളത്. ശരി, പക്ഷേ ഇതിൽ നിന്ന് വാസുവിന്റെ കാര്യം എടുത്താലും, വാസു സാർ എന്നാണോ എനിക്ക് അറിഞ്ഞൂടാ, വാസു സാറിന്റെ കാര്യം എടുത്താലും ഈ പറയുന്ന രീതിയിൽ വാസു സാറിന്റെ ഓഫീസിലേക്ക് എത്തുമ്പോഴേക്കും ഈ കത്ത് സ്വർണം പൂശിയ ചെമ്പുപാളികളാണെങ്കിൽ വാസു സാറിന്റെ ഓഫീസിൽ കൂടി കയറി ഇറങ്ങിയപ്പോഴേക്കും ആ കത്ത് കേവലം ചെമ്പുപാളികളായി. സ്വർണം പൂശിയ എന്ന ഭാഗം പോയായിരുന്നു. പോട്ടെ, കോടതി അന്വേഷിക്കട്ടെ, ഞാൻ അങ്ങനെയൊക്കെ എത്താം. ശ്രീ ഡി സുരേഷ് കുമാർ, ഇവിടെ ഒരു വാസു സാർ പത്മകുമാർ സാറിന്റെ പങ്ക് എന്തൊക്കെയാണെങ്കിലും ഒരു കാര്യം ഉറപ്പാണ്. ശബരിമല പോലെ നമ്മൾ ലോകമാദരിക്കുന്ന അല്ലെങ്കിൽ കേരളത്തിന്റെ ഒരു അഭിമാന സ്തംഭമായ ഒരു ക്ഷേത്രത്തിൽ കൊള്ളയുണ്ടായിരിക്കുന്നു. ആ കൊള്ള എന്ന് പറയുന്നത് കേവലം സ്വർണ്ണക്കൊള്ള, ഗോവർദ്ധന കൊണ്ടുകൊടുത്ത് ഗോവർദ്ധന പൈസ കൊടുത്ത കേവലം മാലമൂട്ടിക്കൽ ഫോർമാറ്റ് അല്ല, അത് വിശ്വാസീയ വഞ്ചനയാണ്. അവിടെ മാലയിട്ട് ഇരുമുടിയേന്തി മല ചവിട്ടുന്ന ഓരോ അയ്യപ്പന്റെ വിശ്വാസത്തെയും വഞ്ചിച്ചതാണ്. അതിൽ അത് ചെയ്തവർക്ക് എന്ന് പറഞ്ഞാൽ അവിടെ പോയി നിന്ന് ഈ പ്രതിഷ്ഠയാണല്ലോ, ശ്രീകോവിലാണല്ലോ, ശ്രീകോവിൽ അടിച്ചു മാറ്റാൻ കൈവിറക്കാത്ത കൂട്ടർ അവിടുത്തെ കോടാനുകൂടി കാണിക്ക അടിച്ചു മാറ്റൽ എന്തെങ്കിലും ഉറപ്പുണ്ടോ? അത് സർക്കാർ അന്വേഷിക്കണ്ടേ ശ്രീ സുരേഷ് കുമാർ? തീർച്ചയായും ഞാൻ അതിലേക്ക് വരാം, അതിന് മറുപടി പറയാം.
അതിനു മുമ്പ് രണ്ട് കാര്യങ്ങൾ, ചില ആരോപണങ്ങൾ ഇവിടെ ഉന്നയിച്ചിട്ടുണ്ട്. അതിൽ ഒന്ന്, കേരളത്തിൻ്റെ ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ്, നമ്മളേവരും ബഹുമാനിക്കുന്ന പ്രതിപക്ഷ നേതാവിൻ്റെ ഞാൻ കേട്ട വാക്കുകൾ, അദ്ദേഹം ആരംഭിച്ച വാക്കുകൾ എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ ലീഡർഷിപ്പിൻ്റെ അറിവോട് കൂടിയിട്ടാണ് ഈ കൊള്ള അവിടെ നടന്നത് എന്നാണ്. അപ്പോൾ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് എന്ന് പറയുന്നത് അദ്ദേഹം ഏത് തലത്തിലുള്ള പൊളിറ്റിക്കൽ ലീഡർഷിപ്പിനെയാണ് അദ്ദേഹം ഉദ്ദേശിച്ചതെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടില്ല. എന്തു തന്നെയായിരുന്നാലും ശരി, എനിക്ക് അദ്ദേഹത്തോട് ചോദിക്കാനുള്ളത്, ഞാൻ പറഞ്ഞൊരു കാര്യം തന്നെയാണ്. ഇതിനു മുൻപ് UDF-ൻ്റെ കാലത്ത് ഈ രൂപത്തിൽ കൊള്ളകൾ നടന്നിട്ടുള്ള സമയത്ത് അത് പൊളിറ്റിക്കൽ ലീഡർഷിപ്പിൻ്റെ അറിവോടുകൂടി ആയിരിക്കണം, ആ ഓർമ്മയിൽ നിന്നുകൊണ്ടായിരിക്കണം അദ്ദേഹം ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നത്. എനിക്ക് ഓർമ്മ വരുന്നത് വിയറ്റ്നാം കോളനി സിനിമയിലെ ശങ്കരാടിയുടെ കഥാപാത്രത്തെയാണ്. കൈ ചൂണ്ടിക്കൊണ്ട് ആ രേഖ ദാ ഇവിടെ ഉണ്ട് എന്ന് പറയുന്നത് പോലെയാണ് അദ്ദേഹം കുറച്ച് ദിവസങ്ങളായി രേഖയെക്കുറിച്ച്, ഈ ശിലാപാളി എടുത്ത് വിറ്റ മുതലാളിയെക്കുറിച്ചൊക്കെ പറയുന്നത്. എനിക്ക് ആളിനെ അറിയാം, വളരെ കൃത്യമായിട്ടറിയാം, ഞാനത് പറയേണ്ട സമയത്ത് പറയും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എനിക്ക് അദ്ദേഹത്തോട് വിനയാന്വിതനായി, കേരളത്തിലെ ഒരു പൗരൻ എന്നുള്ള നിലയിൽ എനിക്ക് അദ്ദേഹത്തോട് പറയാനുള്ളത്, അദ്ദേഹം ഈ സസ്പെൻസ് ഇങ്ങനെ നിലനിർത്തിക്കൊണ്ട് പോകാതെ വളരെ പെട്ടെന്ന് ഇത് പൊളിക്കണം. അത് കേരളീയൻ്റെ അല്ലെങ്കിൽ പൊതുബോധത്തെ പരിഹസിക്കുന്നതിന് തുല്യമാകുമെന്നാണ് എനിക്ക് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവിനോട് വിനയപൂർവ്വം അഭ്യർത്ഥിക്കാനുള്ളത്. എന്തിനാണ് ഇങ്ങനെ പുകമറ സൃഷ്ടിക്കുന്നത്? നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമെങ്കിൽ അതൊന്നുകിൽ അന്വേഷണ ഏജൻസിയോട് പറയുക, അല്ലെങ്കിൽ പൊതുജന മധ്യത്തിൽ ഉത്തരവാദിത്തപ്പെട്ട പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ പൊതുജനങ്ങളോട് പറയാൻ തയ്യാറാവുക. അല്ലാതെ ജനങ്ങളുടെ പൊതുബോധത്തെ പരിഹസിക്കുന്ന സമീപനം സ്വീകരിക്കുന്നത് രാഷ്ട്രീയമായി നിങ്ങൾക്ക് നേട്ടമുണ്ടാക്കുന്നതിന് വേണ്ടി മാത്രമാണ്, അല്ലാതെ മറ്റൊരു കാര്യവും ഇതിനകത്തില്ല എന്ന് നമുക്കറിയാം. ഇവിടെ എൻ്റെ പ്രിയപ്പെട്ട കോൺഗ്രസിൻ്റെ പ്രതിനിധി അവസാനിപ്പിക്കുന്നത്, അദ്ദേഹം പറഞ്ഞ് അവസാനിപ്പിച്ച സെന്റൻസ്, കടകംപള്ളിയിലേക്കും വാസവനിലേക്കും ഈ അന്വേഷണം എത്തിച്ചേർന്നില്ല. സുരേഷ് കുമാർ, ഇവിടെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് പൊളിറ്റിക്കൽ നേതൃത്വം എന്നല്ല, നമ്മളോട് പറഞ്ഞത് ഈ പോറ്റിക്കും കടകംപള്ളി സുരേന്ദ്രനും തമ്മിലുള്ള ആത്മബന്ധത്തിന്റെ തെളിവ് അദ്ദേഹത്തിന്റെ പക്കലുണ്ടെന്നാണ്. ശ്രീ സുരേഷ് കുമാർ ആ തെളിവ് പുറത്തുവിടാൻ പ്രതിപക്ഷ നേതാവിനെ വെല്ലുവിളിക്കുകയാണ് അല്ലേ? അതെ, അദ്ദേഹം പറഞ്ഞു തുടങ്ങിയ സെന്റൻസ് അല്ല, അതും പറഞ്ഞു. അത് ഞാൻ പറഞ്ഞു, ആ തെളിവ് അദ്ദേഹം പുറത്തുവിടട്ടെ, ആ തെളിവ് പുറത്തു വിട്ടുകൊണ്ട്, അങ്ങനെയാണെങ്കിൽ ഈ കേസ് നമുക്ക് പെട്ടെന്ന് ഇത്രയും നീണ്ടുപോകില്ലല്ലോ, പെട്ടെന്ന് നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി സാധിക്കുമല്ലോ. പൊളിറ്റിക്കൽ ലീഡർഷിപ്പിൻ്റെ അറിവോട് കൂടിയിട്ടാണ് ശബരിമലയിൽ കൊള്ള നടന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ മുൻകാലങ്ങളിൽ ഐക്യജനാധിപത്യ മുന്നണി കോൺഗ്രസ് കേരളം ഭരിക്കുന്ന സന്ദർഭത്തിൽ അവിടെ നടന്നിട്ടുള്ള കൊള്ളയെല്ലാം ഈ ഇന്ദിരാഭവനിലെ ലീഡർഷിപ്പിൻ്റെ അറിവോട് കൂടി നടന്നു എന്ന ഓർമ്മയിൽ നിന്നുകൊണ്ടാണ് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ആ ഓർമ്മ പുതുക്കി, ആ സ്മരണ പുതുക്കിയാണ് ഇത്തരത്തിലുള്ള സെൻറ്റൻസുകൾ ആവർത്തിച്ച് കേരളത്തിലെ മാധ്യമങ്ങളെ നോക്കി കേരളത്തിലെ പൊതുജനങ്ങളെ അറിയിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ കടകംപള്ളിയിലേക്കും വാസവനിലേക്കും ഈ അന്വേഷണം എത്തിയില്ലെങ്കിൽ അന്ന് ഞങ്ങൾ കാണിച്ചു തരാം ഞങ്ങൾ എന്താണെന്നുള്ളത്. നിങ്ങളൊന്നും കാണിക്കാനില്ല. കാരണം കേരളത്തിൻ്റെ ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിൻ്റെ നിർദ്ദേശാടിസ്ഥാനത്തിൽ നടക്കുന്നൊരു അന്വേഷണത്തിൽ സ്വാഭാവികമായും ആ അന്വേഷണം ഏത് തലം വരെ വേണോ പൊക്കോട്ടെ, അവിടെ നിങ്ങൾ നിശ്ചയിക്കുന്ന നിലയിലേക്ക്, നിങ്ങൾ വരയ്ക്കുന്ന വരയിലേക്ക് അന്വേഷണം വരണം എന്ന് വാശി പിടിക്കുന്നത് കോൺഗ്രസ്സുകാർ മൂഢസ്വർഗത്തിലായതുകൊണ്ട് മാത്രമാണ്. അങ്ങനെ വരാൻ പോകുന്നില്ല എന്നാണ് ഞങ്ങൾ കരുതുന്നത്. ഇനി അന്വേഷണത്തിന് ഏത് പരിധി വരെ വേണമെങ്കിലും പോകാം, പരിധി നിങ്ങൾ നിശ്ചയിക്കരുത്, ഞങ്ങൾ നിശ്ചയിക്കില്ല. അത് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് നിശ്ചയിക്കും. ആ നിശ്ചയിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം പോകട്ടെ. അല്ലാതെ ഈ അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ പരിധിക്കുള്ളിൽ ആരൊക്കെയാണ് വരേണ്ടതെന്ന് ബഹുമാനപ്പെട്ട കോൺഗ്രസിന്റെ പ്രതിനിധി വസന്ത് സിറിയക്കല്ല തീരുമാനിക്കേണ്ടതെന്നുള്ള ആ വാക്കെങ്കിലും ബഹുമാനപ്പെട്ട സുരേഷ് കുമാർ, ഇവിടെ പ്രതിപക്ഷ നേതാവ് പറയുന്നത് കള്ളമാണ് എന്നങ്ങ് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ കടകംപള്ളിയുമായി ആത്മബന്ധം സ്ഥാപിക്കുന്ന എന്തെങ്കിലും തെളിവ് വീഡിയോയുടെ പക്കലില്ല എന്നങ്ങ് പറയുകയാണ്. പക്ഷേ ഗിരീഷ് കുമാർ, ഇപ്പോൾ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അന്വേഷണം കടകംപള്ളിയിലേക്കുണ്ടെന്ന് പറയുന്നുണ്ട്, കടകംപള്ളി ചോദ്യം ചെയ്യുന്നു പറയുന്നുണ്ട്. സുരേഷ് കുമാർ, അങ്ങേക്ക് ആർജവത്തോടെ പറയാൻ പറ്റുമോ അന്വേഷണം കടകംപള്ളിയിലേക്ക് എത്തില്ല, കടകംപള്ളി ചോദ്യം ചെയ്യാൻ അന്വേഷണം വിളിപ്പിക്കില്ല എന്ന രാഷ്ട്രീയ ബോധത്തിൽ അങ്ങേക്ക് പറയാൻ പറ്റുമോ? അല്ലല്ല, അങ്ങനെയല്ല ഞാൻ പറയുന്നത്. സ്വാഭാവികമായും അന്നത്തെ മന്ത്രി എന്നുള്ള നിലയ്ക്ക് ഒരുപക്ഷെ കടകംപള്ളിയുമായിട്ട് ഈ കാര്യങ്ങളെ സംബന്ധിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥർ തിരക്കും, അത് ആ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകും. പക്ഷെ ഒരിക്കലും അത്തരത്തിലൊരു പാപക്കറ പുരണ്ട കൈകല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ടുള്ള, മുൻ മന്ത്രിയായിട്ടുള്ള, ദേവസ്വം വകുപ്പ് മന്ത്രിയായിട്ടുള്ള, ഇപ്പോൾ MLA ആയിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട നേതാവ് കടകംപള്ളിയുടേതെന്ന് എനിക്ക് ആർജവത്തോടു കൂടി പറയാൻ സാധിക്കും.
അതെൻ്റെ ബോധ്യമാണ്. അതാണ് ശരി എന്നുള്ളത് എനിക്ക് പറയാൻ വേണ്ടി സാധിക്കും. ഒരു കാര്യം കൂടി പറയാൻ അനുവദിക്കണം. ഇവിടെ വലിയ വായിൽ BJP-യുടെ നേതാവ് വർത്തമാനം പറഞ്ഞു. ഇത്തരം ആളുകളെ എന്തിനാണ് നിങ്ങൾ സംരക്ഷിക്കുന്നത്? കോടതി പറഞ്ഞ ഉടൻ ചെവി തൂക്കിയെടുത്ത് പുറത്ത് കളയണ്ടേ? കർണാടകയിൽ ഭൂമി ഇടപാട് നടത്തിയ 500 കോടി രൂപയുടെ അഴിമതി നടത്തിയ ആളാണ് മിസ്റ്റർ നിങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ എന്നുള്ളത് നിങ്ങൾ ഓർക്കണം. നിങ്ങൾ എന്ത് നടപടിയാണ് സ്വീകരിച്ചത്? ഈ സമീപ ദിവസങ്ങളിൽ വന്ന വാർത്ത എന്താണ്? കേരളത്തിലെ BJP നിയന്ത്രിക്കുന്ന BJP-യുടെ സംഘടനാ സെക്രട്ടറി ശ്രീ S. സുരേഷ് സഹകരണ സംഘ വെട്ടിപ്പിൽ ലക്ഷങ്ങളുടെ അഴിമതി നടത്തിയിട്ടുണ്ട്. ആ പണം തിരിച്ചടയ്ക്കണമെന്ന് ഉത്തരവിട്ടിരിക്കുകയാണ്. നിങ്ങൾ എന്ത് നടപടിയാണ് സ്വീകരിച്ചത്? ഇത്തരം കാര്യങ്ങൾക്കകത്ത് നിങ്ങൾക്ക് വ്യക്തമായ മറുപടിയില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു നേതാവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും സർപ്പ കഥ പുറത്തു വരികയാണെങ്കിൽ അതിനെ പർവ്വതീകരിച്ച് കാണിച്ച് സമൂഹ മധ്യത്തിൽ ഈ പാർട്ടിയെ കരിവാരിത്തേക്കുന്നതിന് വേണ്ടിയിട്ടുള്ള, സർക്കാരിനെ മോശപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ മോശമായി വികലമായി ചിത്രീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ നടപടികൾ നിങ്ങൾ സ്വീകരിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു കൈയില്ലാത്തവൻ, ഒരു വിരലില്ലാത്തവനെ ആക്രമിക്കുന്നതിന് തുല്യമായി, പരിഹസിക്കുന്നതിന് തുല്യമായി മാത്രമേ ഞങ്ങൾക്ക് ഈ കാര്യങ്ങളെ കാണാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. നിങ്ങൾക്ക് ആത്മാർത്ഥതയുണ്ടെങ്കിൽ 500 കോടി ഭൂമി ഇടപാട് നടത്തി അഴിമതി കാണിച്ച സർക്കാർ ഭൂമി ആദ്യം ഒരു വ്യാവസായിക ആവശ്യത്തിന് എന്ന് പറഞ്ഞ് വാങ്ങിയിട്ട് സ്വകാര്യ കുത്തക ഭീമന്മാർക്ക് 500 കോടി രൂപയ്ക്ക് തീരെഴുതിയ ആളാണ് ഈ സംസ്ഥാനത്ത് BJP-ക്ക് നേതൃത്വം നൽകുന്നത് എന്നത് ചങ്കൂറ്റത്തോടുകൂടി പറയാനെങ്കിലും, നിങ്ങളുടെ കമ്മിറ്റികൾക്കകത്ത് പറയാനെങ്കിലും നിങ്ങൾക്ക് ആർജവം ഉണ്ടാകണം. സഹകരണ ബാങ്കിൽ നിങ്ങൾ നടത്തിയ അഴിമതി പണം തിരിച്ചുകൊണ്ട് വെച്ചിട്ട് വേണം ഞങ്ങളെ നിയന്ത്രിക്കാൻ എന്ന് BJP കമ്മിറ്റികളിലെങ്കിലും പറയാനുള്ള ആർജവവും തൻ്റെ ഇടവും നിങ്ങൾക്കുണ്ടാകണം. അത് കഴിഞ്ഞ് വേണം CPM-ന്, ഒരു വിരലില്ലാത്ത CPM-നെ ആക്രമിക്കാൻ. നിങ്ങൾക്ക് കൈപോയി നിൽക്കുകയാണ് BJP, നിങ്ങൾക്ക് കൈപോയി നിൽക്കുകയാണ്. പരിഹസിക്കുന്നത് എന്നത് നിങ്ങൾ മനസ്സിലാക്കണം. CPM-ന് വിരല് പോയി എന്നങ്ങ് പറയാണോ സാർ? അല്ല, ഇപ്പോൾ ഞങ്ങളുടെ ജില്ലാ കമ്മിറ്റി അംഗം റിമാൻഡിൽ കഴിയുകയാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഒരു നഖത്തിനോ വിരലിനോ കേടുപാട് പറ്റിയിട്ടുണ്ടെന്നുള്ളത് തുറന്ന് സമ്മതിക്കുന്നതിൽ ഞങ്ങൾക്ക് യാതൊരുവിധ മടിയുമില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത്. പക്ഷെ ഞങ്ങൾ ആർജവത്തോടുകൂടി പറഞ്ഞു, അത്തരം ആളുകളെ സംരക്ഷിക്കുന്ന ഒരു നിലപാടും ഞങ്ങൾ സ്വീകരിക്കുകയില്ല എന്ന് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആർജവത്തോടുകൂടി കേരളത്തിലെ ജനങ്ങളെ നോക്കി പറഞ്ഞു. അതാണ് ആർജവം. അതല്ലാതെ 500 കോടി അഴിമതി നടത്തിയവനെയും ലക്ഷക്കണക്കിന് രൂപ സഹകരണ ബാങ്കിൽ നിന്ന് വെട്ടിപ്പിടിച്ചു വെച്ചിരിക്കുന്നയാളിനെയും സംരക്ഷിച്ചുകൊണ്ട് അവരെ നേതാക്കന്മാരായി കണ്ടുകൊണ്ട് അവരെ പാദപൂജ നടത്തിക്കൊണ്ട് ആ ഓഫീസിൽ നിന്നും ഇറങ്ങി വന്ന്, BJP-യുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ നിന്നും ഇറങ്ങി വന്ന് CPM-നെ തെറി വിളിക്കുന്ന, CPM-നെ കരിവാരിത്തേക്കുന്ന, CPM-നെ മോശമായി ചിത്രീകരിക്കുന്ന നിലപാട് ഈ നാട്ടിലെ ജനങ്ങൾ തിരിച്ചറിയും. ഞങ്ങളുടെ ബോധ്യം. അതാണ് ഞങ്ങൾ വസന്ത് ഇവിടെ കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ ശ്രീ സുരേഷ് കുമാർ ചിലപ്പോൾ കാര്യങ്ങൾ ചോദിച്ചറിയാൻ വിളിച്ചേക്കാമെന്ന് പറയുന്നു. പക്ഷേ ആ കൈകളിൽ കറ പുരണ്ടിട്ടില്ല എന്ന് സുരേഷ് കുമാർ ഉറപ്പുണ്ട്. അദ്ദേഹം വെല്ലുവിളിക്കുന്നുണ്ട്. എന്താണ് വെല്ലുവിളി എന്ന വാക്കത് ഉപയോഗിച്ചില്ലെങ്കിലും തെളിവെന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പുറത്തുവിടാൻ വെല്ലുവിളിക്കുന്നുണ്ട് സുരേഷ് കുമാർ. ഏറ്റെടുക്കാൻ ധൈര്യമുണ്ടോ? അല്ല, 2 ദിവസം കൂടി അദ്ദേഹത്തിന്റെ വെല്ലുവിളി നീണ്ടു നിൽക്കുമോ എന്ന് നമുക്ക് കാണാം. ഈ പറയുന്ന കടകംപള്ളി അടക്കം ജയിലറകളിലേക്ക് പോകാനുള്ള കാഹളധ്വനിയാണ് ഇന്ന് സുരേഷ് കുമാർ ഈ ചർച്ചയിലിരുന്ന് മുഴക്കുന്നത് എന്നുള്ളതേ ഉള്ളൂ. ഇനി അദ്ദേഹത്തിന് ചില ഉത്തരങ്ങൾ പറയാനുണ്ട്. ഒന്ന്, അദ്ദേഹം പറഞ്ഞ എന്താ, ഞങ്ങൾ അന്വേഷണ കമ്മിറ്റി അതായത് SIT-യുടെ പരിധി നിശ്ചയിക്കാൻ ഞങ്ങളില്ല, നിങ്ങളും വേണ്ട എന്നാണ് പറഞ്ഞത്. ഇവർ ശ്രമിച്ചിരുന്നു ശ്രീ ഹാഷ്മി. ഒന്ന്, കേരളത്തിന്റെ ഹൈക്കോടതിയിൽ ഏറ്റവും ആദ്യം SIT-യുമായി ബന്ധപ്പെട്ട് കേരളത്തിന്റെ ഹൈക്കോടതി സംസാരിക്കുമ്പോൾ ഇവരുടെ ആദ്യ വാദം അത് വേണ്ട, 10:10 ഞങ്ങൾ റിപ്പോർട്ട് നൽകാം. ഏത്? ദേവസ്വം വിജിലൻസ്. അതായത് SIT വേണ്ട എന്ന് കേരളത്തിന്റെ ഹൈക്കോടതിയിൽ സർക്കാർ നിലപാടെടുത്തു. ഒന്ന്, അത് പരിധി നിശ്ചയിക്കലായിരുന്നു. രണ്ടാമത് ഇവർ പറഞ്ഞ എന്താണ്, ഇതാ ഇപ്പോഴുള്ള കേരള SIT രൂപീകരിക്കാൻ പോവുകയാണ്. ആ SIT അന്വേഷണവുമായി അതെങ്ങനെയാണ് സർക്കാരിന് പറയാൻ കഴിയുക? അല്ലല്ല, 10:10 റിപ്പോർട്ട് സമർപ്പിക്കാമെന്ന് ദേവസ്വം വിജിലൻസ് പറയുന്നുണ്ട്. SIT രൂപീകരണവുമായി ബന്ധപ്പെട്ട അന്നത്തെ വിധിയെടുത്ത് അങ്ങ് പരിശോധിച്ചാൽ മതി. അന്നത്തെ വാദഗതികളിൽ ഇല്ല, പറ്റില്ല, 10:10 പറ്റില്ല എന്നല്ല, 10:10 അതർ ഓപ്ഷനായി 10:10 ഞങ്ങൾ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാം. അപ്പോഴാണ് പറയുന്നത് വേണ്ട, ഇതുവരെ അന്വേഷിച്ചു മതി, ഇനി വിജിലൻസ് അന്വേഷിക്കട്ടെ എന്ന്. പിന്നീട് അവരുടെ മറ്റൊരു നിലപാട് എന്തായിരുന്നു, അത് ഇപ്പോഴുള്ള കാലത്തെ പറ്റി മാത്രം അന്വേഷിച്ചാൽ പോരാ, 90-കൾ തൊട്ടുള്ള അന്വേഷണം ഉണ്ടാവണം. അതായത്
ഇപ്പോൾ പർട്ടിക്കുലർ സ്പെസിഫിക് ആയ ഒരു അന്വേഷണം ഉണ്ടായാൽ അത് സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്തുമെന്ന് കണ്ടുകൊണ്ട് അങ്ങനെ പറ്റില്ല, കാട് മുഴുവൻ തല്ലി, കാടിലെ എല്ലാ പടപ്പും തല്ലി മുമ്പോട്ട് പോയാൽ മതി എന്ന നിലപാട് അവർ സ്വീകരിക്കാൻ ശ്രമിച്ചു. അതും നടക്കില്ല എന്ന് പറഞ്ഞു. പിന്നീട് SITയുമായി ബന്ധപ്പെട്ട് രൂപീകരിക്കുമ്പോൾ സർക്കാരിന് യാതൊരു തരത്തിലും റോൾ കൊടുക്കാതെയാണ് കേരളത്തിലെ ഹൈക്കോടതി ആരാവണം SIT എന്ന അടക്കമുള്ള വിഷയങ്ങളിൽ നിലപാടെടുത്തത്. അതുകൊണ്ട് പരിധി നിശ്ചയിക്കാൻ ആരും ഇറങ്ങി പുറപ്പെടണ്ട എന്ന് പറയുമ്പോൾ പരിധി നിശ്ചയിക്കാൻ ശ്രമിച്ചവരാണ് ഇവർ എന്നതിൽ തർക്കം വേണ്ട. രണ്ടാമത് അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിന് ഏതോ ഒരു സിനിമ കണ്ട ഓർമ്മ വന്നു. ആര്? എൻ്റെ കയ്യിൽ രേഖയുണ്ട്. എനിക്ക് ഈ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ മറ്റൊരു സിനിമയാണ് ഓർമ്മ വരുന്നത്. അത് ഈ അപ്പുക്കുട്ടൻ, നമ്മുടെ ഇൻഹരികറിൽ അപ്പുക്കുട്ടൻ ഇങ്ങനെ നടന്നു പോകും. അപ്പോൾ ഒരു അമ്മാവനെ ഇടിച്ച് അമ്മാവൻ നിലത്ത് വീഴും. ഉടനെ അപ്പുക്കുട്ടൻ എണീറ്റിട്ട് പറയും, ഞാൻ മാത്രമല്ല ഇതേ അവരുമുണ്ട് എന്ന്. അപ്പോൾ മുകേഷും സിദ്ദിഖും ഒക്കെ പുറത്തേക്ക് വരും. അതുപോലെയാണ് ആദ്യം മുരാരി ബാബു പോയി ഇടിക്കുന്നു. അപ്പോൾ മുരാരി ബാബു പറയുന്നു, അയ്യോ ഞാൻ മാത്രമല്ല വാസു അണ്ണനുമുണ്ട്. വാസു സാറെന്നാണ് എൻ്റെ സ്നേഹിതൻ പറഞ്ഞത്, പക്ഷെ വാസു അണ്ണനുമുണ്ട്. ഉടനെ വാസു അണ്ണനെ ഇടിക്കും. അപ്പോൾ വാസു അണ്ണൻ പറയും, ഞാൻ മാത്രമല്ല ഇതാ പത്മേട്ടനുമുണ്ട്. ഇനി പത്മേട്ടൻ പറയുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്, ഞാൻ മാത്രമല്ല കടകംപള്ളിയുടെ ഓഫീസുമുണ്ട്, ഞാൻ മാത്രമല്ല ദൈവസമാനനായ ഒരാളുമുണ്ട്. ഇനി ആ ദൈവസമാനൻ ആരാണ് എന്ന് ചോദിച്ചാൽ കേരള രാഷ്ട്രീയത്തിൽ അടുത്തിടയ്ക്ക് CPM തന്നെ പറഞ്ഞു പഠിപ്പിച്ചിരിക്കുന്ന ദൈവം, അത് അരിദൈവമാവട്ടെ, തിരുവാതിരയിലെ ദൈവമാവട്ടെ, അല്ലെങ്കിൽ കിറ്റ് ദൈവമാവട്ടെ, കോവിഡ് ദൈവമാവട്ടെ, എന്തൊക്കെയായാലും CPM രജിസ്റ്റർ ചെയ്ത് വെച്ചിരിക്കുന്ന ദൈവം അത് പിണറായി വിജയനാണ്. ഇനി അത് അങ്ങനെയല്ല എന്ന് വല്ലതും പത്മകുമാർ പറഞ്ഞാൽ ആ പേരിൽ പത്മകുമാറിനെ ചിലപ്പോൾ പാർട്ടി തള്ളിക്കളയാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട് ശ്രീ ഹാഷ്മി. അപ്പോൾ സ്വാഭാവികമായും ഇദ്ദേഹം മറ്റൊരു കാര്യം പറഞ്ഞല്ലോ, ഞങ്ങളുടെ വിരൽ നഷ്ടപ്പെട്ടു, നിങ്ങളുടെ കൈയാണ് നഷ്ടപ്പെട്ടത് എന്ന്. നോക്കൂ ശ്രീ സുരേഷ് കുമാർ, ശബരിമലയിലെ വിരലല്ല നഷ്ടപ്പെട്ടിരിക്കുന്നത്, അവിടുത്തെ തലയാണ് നിങ്ങൾ അടിച്ചുകൊണ്ട് പോയത്. നോക്കൂ, ആരാണ് ദ്വാരപാലകർ? ഹിന്ദു വിശ്വാസ പ്രകാരം ഡേറ്റ് തന്നെയാണ്, ദൈവം തന്നെയാണ്. ആ ദൈവത്തെയാണ് നിങ്ങൾ അടിച്ചുകൊണ്ട് പോയത്. അതിന് സ്വാഭാവികമായും കിട്ടുന്നത് സ്വർണത്തിന്റെ വാല്യൂ അല്ല, ഇപ്പോഴുള്ള മാർക്കറ്റ് വാല്യൂ അല്ല, അതിനൊരു ആന്റിക് വാല്യൂ ഉണ്ട്. അതുകൊണ്ടാണ് അത് വീടുകളിൽ ചെന്ന് പൂജ ചെയ്യാമെന്ന് പറയുമ്പോൾ, അയ്യോ ഇവിടെ കൊണ്ടുവന്ന് പൂജ ചെയ്തോളൂ, അതിന് എന്ത് വേണമെങ്കിലും ഞാൻ നൽകാം എന്ന് സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സിനിമാ നടന്മാർ അടക്കം പറയുന്നത്, അവർ സ്വാഗതം ചെയ്യുന്നത്. അപ്പോൾ കേരള ഹൈക്കോടതി പറഞ്ഞതുപോലെ, ഞങ്ങൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞതുപോലെ, ഏതെങ്കിലും ഒരു വില്ലിംഗ് പർച്ചേസർക്ക് ഈ പറയുന്ന ഡേറ്റിയെ വിറ്റിട്ടുണ്ടോ, ദൈവത്തെ വിറ്റ് കാശാക്കിയിട്ടുണ്ടോ ഈ സർക്കാർ എന്നത് പ്രധാനപ്പെട്ട ചോദ്യമല്ലേ? അതിന് ഉത്തരം പറയണ്ടേ? രണ്ടാമത്, ഈ പത്മകുമാറുമായി ബന്ധപ്പെട്ടും അല്ലെങ്കിൽ ഈ സർക്കാരുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്, ഈ അടുത്തിടയ്ക്ക് നോബൽ പുരസ്കാരമൊക്കെ പ്രഖ്യാപിച്ചല്ലോ, എനിക്ക് വലിയ വിഷമമുണ്ട്. ഈ പത്മകുമാറിനെയും കടകംപള്ളിയൊക്കെ ഈ സ്വർണത്തെ ചെമ്പാക്കി മാറ്റുന്ന രാസവിദ്യ കണ്ടുപിടിച്ചതിനുള്ള നോബൽ പുരസ്കാരം കൊടുക്കാത്തതിൽ ഞാൻ നോബൽ സമിതിയുടെ മുമ്പിൽ എൻ്റെ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിയാണ്. നോക്കൂ, ആദ്യം അവിടെ സ്വർണം തന്നെയാണ് എന്ന് വളരെ കൃത്യമായി 98-ലടക്കം കേരള ഹൈക്കോടതിയുടെ വിവിധ വിധികളുണ്ട്. കേരള ദേവസ്വം ബെഞ്ചിന്റെ വിവിധ വിധികൾ എടുത്തു പരിശോധിച്ചു നോക്കിയാൽ അവിടെ എല്ലാം തന്നെ ഗോൾഡ് ക്ലാഡിംഗ് എന്ന് 98 തൊട്ട് 2000-കളിലൊക്കെ ആദ്യം പറയുന്നത്. മുന്നോട്ടേക്ക് പോയി. താങ്കൾ നേരത്തെ പറഞ്ഞ ഈ പറയുന്ന കടൽ കടന്നിട്ടുണ്ടോ എന്ന് നിങ്ങൾ രാഷ്ട്രീയ ആരോപണം മാത്രമല്ല, സുഭാഷ് കപൂർ മോഡൽ എന്ന് കോടതി പറയുന്നത് അത് കൃത്യമായി തന്നെ മനസ്സിൽ കണ്ടുകൊണ്ടാണ്. അതിന് സുഭാഷ് കപൂർ മോഡൽ എന്ന് പറയുന്നത്, സുഭാഷ് കപൂർ ചെയ്യുന്നത് അദ്ദേഹമല്ല, അയാൾ ഈ പറയുന്ന ലോകൈക കള്ളനാണ്, ലോകൈക വിഗ്രഹ കടത്തുകാരനാണ്. ഒരു ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഒരു വിഗ്രഹം കാണുന്നു, സുഭാഷ് കപൂർ ഇഷ്ടപ്പെടുന്നു, അയാൾ ചെയ്യുന്നത് പറഞ്ഞാൽ അവിടെ പറ്റിക്കൂടി അവിടുത്തെ ആൾക്കാരെ കയ്യിലെടുക്കുന്നു, ആ ക്ഷേത്രത്തിന് വേണ്ടി വല്ല 10-15 ലക്ഷമൊക്കെ ആയിട്ട് സംഭാവനയൊക്കെ ചെയ്ത് ഈ പറയുന്ന സ്പോൺസർ എന്നൊക്കെ പറഞ്ഞ് ഈ കക്ഷി അവിടെ അങ്ങ് ചേരുന്നു. ലാസ്റ്റ് ഇതിൻ്റെ അച്ചുപകർപ്പെടുക്കുന്നു, എന്നിട്ട് ഇതുപോലൊരു ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കുന്നു, ഡ്യൂപ്ലിക്കേറ്റ് വിഗ്രഹം അവിടെ കൊണ്ട് ജീവനക്കാരുടെ അടക്കം സഹായത്തോടെ, എന്ന് പറഞ്ഞാൽ ഈ കള്ളക്കൂട് സഹായത്തോടെ അവിടെ കൊണ്ട് വെക്കുന്നു, ഒറിജിനൽ സാധനം കടൽ കടത്തുന്നു, മ്യൂസിയങ്ങൾക്ക് വിറ്റ് ഈ 10 ലക്ഷം രൂപ മുടക്കിയെങ്കിൽ അയാൾ കോടിക്കോടി ഉണ്ടാക്കുന്നു. അതാണ് സുഭാഷ് കപൂർ മോഡൽ. ആ മോഡൽ അന്വേഷിക്കുന്നത് കോടതിയാവട്ടെ പറഞ്ഞേ, ഞാൻ അങ്ങനെയൊക്കെ എത്താം. ശ്രീ JR പത്മകുമാർ, ഇവിടെ എനിക്ക് വസന്തിനോട് ആദ്യം ചോദ്യം താങ്കളോട് ചോദിക്കാനുണ്ട്. ഇവിടെ ശബരിമല ആചാരലംഘനം ഉണ്ടായി, അന്ന് BJP സമരമുഖത്തുണ്ടായിരുന്നു, കടുത്ത സമരമായിരുന്നു. അതിനേക്കാൾ ഭീകരമല്ല ഇത് എന്ന് പറഞ്ഞാൽ, അവിടുത്തെ ശ്രീ JR പത്മകുമാർ, ഇന്ന് ഞാൻ ചായ കുടിക്കാൻ പോകുമ്പോൾ ഒരു അയ്യപ്പ സംഘത്തെ കണ്ടു. ചായ കുടിക്കാൻ വേണ്ടി കടയിൽ വന്നതാണ്, അവർ പോയിട്ട് വന്നതാണ്. അതൊരു ചേട്ടൻ വന്നു, ഹാഷ്മിയെല്ലാം ചോദിച്ചു, സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ആ ചേട്ടനോട് ഞാൻ ചോദിച്ചു, എല്ലാം ഓക്കെ അല്ലായിരുന്നു ചോദിച്ചു. പുള്ളി പറഞ്ഞു, മോനെ നമ്മുടെ അയ്യപ്പൻ തന്നെയാണ് അവിടെ ഉള്ളത്, നോക്കണമല്ലോ എന്ന്. തമാശ പറയുന്നതല്ല, സീരിയസ് ആയിട്ട് പറയുന്ന. അപ്പോൾ അങ്ങനെ വിശ്വാസി ഹൃദയങ്ങളിലേക്കുള്ള ഒരു വേദനയിൽ BJPയും യുവമോർച്ചയും ഒക്കെ എവിടെയാ സമരത്തിൽ? JR, സമരം നടത്തുന്നത് എന്താണ്? സമരം നടത്തണം എന്ന് കരുതി സമരം നടത്തുന്നതും സമരം ബോധ്യപ്പെടുത്താൻ നടത്തുന്നതും വേണമെന്ന് വെച്ചിടത്ത് രണ്ടും രണ്ടാ. നിങ്ങൾ കണക്കാ സമരത്തിൽ JR?
അതിനു മുമ്പ് രണ്ട് കാര്യങ്ങൾ നമ്മുടെ സുരേഷ് കുമാർ CPM പ്രതിനിധി പറഞ്ഞു. അതിനൊരു ചെറിയ രീതിക്കൊരു മറുപടി പറയാതെ പോകുന്നത് ശരിയല്ല. അതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് ആഷ്മി ചോദിച്ചത് ഞാൻ പിന്നെ മറുപടി പറയാം. ഇത് വളരെ ഞങ്ങൾ വസ്തുതയുടെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ വസ്തുതയുടെ അടിസ്ഥാനത്തിൽ CPM-ഉം സഹയാത്രികരും കൂടി നടത്തിയിട്ടുള്ള ക്ഷേത്ര ധ്വംസനങ്ങളെക്കുറിച്ച്, ക്ഷേത്രക്കൊള്ളയെക്കുറിച്ച്, അഴിമതികളെക്കുറിച്ച് പൊതുജനങ്ങളോട് സംസാരിക്കുമ്പോൾ ഏതെങ്കിലും തിരിച്ച് ബാലിശമായ ആരോപണങ്ങൾ ഉന്നയിച്ച് അതിനെ മറയ്ക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്, CPM നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ BJP-യുടെ സംസ്ഥാന പ്രസിഡന്റിനെ കുറിച്ച് ഒരു ആരോപണം ഉന്നയിച്ചു. അദ്ദേഹം തന്നെ അത് വളരെ വ്യക്തമായിട്ട് പത്രമാധ്യമങ്ങളുടെ മുന്നിൽ പറഞ്ഞു. സുപ്രീം കോടതി വരെ ആ പ്രശ്നം അന്ന് ഉയർന്നു വന്ന സമയത്ത് അത് ചർച്ച ചെയ്ത അത് പരിശോധിച്ചിട്ടുള്ള കാര്യമാണ്. ഈ BPL-യുമായി അല്ലെങ്കിൽ ആ കമ്പനിയുമായി യാതൊരു ബന്ധവും അദ്ദേഹത്തിന് ഇല്ല എന്ന് പറയുകയും ഇത്തരത്തിലുള്ള വ്യാജ ആരോപണം ഉന്നയിച്ച ആളുകൾക്കെതിരായി നിയമ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ വെറുതെ ഇപ്പോഴുള്ള ഈ ആരോപണങ്ങൾ അതിനെ മറച്ചു പിടിക്കുന്നതിന് വേണ്ടിയിട്ട് തിരിച്ചാരോപണം ഉന്നയിച്ചിട്ടൊരു കാര്യമില്ല. അത് പൊതുസമൂഹത്തിന് അറിയാവുന്ന കാര്യമാണ്. BJP-യുടെ സംസ്ഥാന സെക്രട്ടറി സുരേഷിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അത് സംബന്ധിച്ചും സുരേഷും വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആ ബാങ്കുമായി ബന്ധപ്പെട്ടൊരു ലോൺ എടുക്കുകയോ ആരെങ്കിലും റെക്കമെൻഡ് ചെയ്യുകയോ ചെയ്തിട്ടില്ല. അതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു മോറൽ റെസ്പോൺസിബിലിറ്റിയുടെ പേരിൽ സർചാർജുമായി ബന്ധപ്പെട്ട കാര്യം വന്നപ്പോൾ അതിനെ സംബന്ധിച്ച് ഇൻവോൾവ്മെന്റ് ആരോപണ വിധേയർ പറയുന്നത് മുഖേന എടുക്കാനാണെങ്കിൽ പോറ്റി പറഞ്ഞിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്, വാസു പറഞ്ഞിട്ടുണ്ട്, അല്ല മുരാരി ബാബുവിനൊക്കെ വൻ കോൺഫിഡൻസ് ആയിരുന്നു. ഞാൻ അങ്ങനെയല്ല ഞാൻ അതല്ല പറയുന്നത്. ഞാനൊന്ന് പറഞ്ഞോട്ടെ ഹാഷ്മി. ഈ മറ്റത് തെളിവുകളുടെയും അടിസ്ഥാനത്തിലും മൊഴികളുടെ അടിസ്ഥാനത്തിലും ഒരു അന്വേഷണ അതോറിറ്റി അവർക്കെതിരെ നടപടി സ്വീകരിക്കുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. സുരേഷ് ഇപ്പോൾ ഇത്രയും കാലം LDF ആണല്ലോ ഭരിക്കുന്നത്, കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് എന്തേ അത്തരത്തിലൊരു ആരോപണം ഉന്നയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു FIR രജിസ്റ്റർ ചെയ്ത് നടപടി സ്വീകരിക്കാത്തത്? ആരോപണം ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് ആരോപണമെന്നാണ്. അധികാരമിരിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഏതെങ്കിലും പരാതിയുടെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും ഒരു അന്വേഷണ ഏജൻസി FIR രജിസ്റ്റർ ചെയ്ത് അദ്ദേഹത്തിനെതിരായി നടപടി സ്വീകരിച്ചിട്ടുണ്ടോ? സ്വീകരിച്ചിട്ടില്ലല്ലോ. അപ്പോൾ വെറുതെ ഒരു ശക്തമായ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ, തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഉന്നയിക്കുമ്പോൾ തിരിച്ചാരോപണം ഉന്നയിക്കുകയല്ല വേണ്ടത്, നടപടികൾ സ്വീകരിക്കണം. സ്റ്റേറ്റ് പ്രസിഡന്റ് BJP-യുടെ സ്റ്റേറ്റ് ആരാധനായ രാജീവ് ചന്ദ്രശേഖരനെതിരെ ആയാലും ജനറൽ സെക്രട്ടറി സുരേഷിനെതിരെ ആയാലും ഉള്ള ആരോപണങ്ങൾ സംബന്ധിച്ച് പ്രഥമദൃഷ്ട്യാ നിലനിൽക്കുന്നില്ല എന്നുള്ളത് കോടതികളുടെയും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഈ നിലവിൽ പൊതുസമൂഹത്തിന് മുന്നിലുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അത് വിശദീകരിച്ചിട്ടുള്ളതാണ്. വീണ്ടും അത് ഉന്നയിച്ചിട്ട് കാര്യമില്ല. നമ്മുടെ തിരിച്ച് ഈ ശബരിമല അന്വേഷണത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം എവിടെയാണ് അതിൻ്റെ തുടക്കം എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. ഇപ്പോൾ നമ്മുടെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം വളരെ ശക്തമായിട്ട് അന്വേഷണം നടത്തുന്നു. ഇപ്പോൾ തന്നെ സുരേഷ് കുമാർ പറഞ്ഞിട്ടുണ്ട്, ഒരിക്കലും കടകംപള്ളിയുടെ അടുത്തേക്ക് പോകില്ല, അന്വേഷണം പോകില്ല, പത്മകുമാറിലേക്ക് വന്ന് നിൽക്കും. അത് തന്നെയാണ് CPM-ൻ്റെയും ആവശ്യം. ഇപ്പോൾ തന്നെ പത്മകുമാറിലേക്ക് വന്നത് തന്നെ ഹൈക്കോടതിയുടെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിജിലൻസ് അന്വേഷണം നടത്താം, ഞങ്ങൾ ഉടനെ റിപ്പോർട്ട് നൽകാം എന്ന് പറഞ്ഞപ്പോൾ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് സത്യസന്ധരായ ഹൈക്കോടതിക്ക് ബോധ്യമുള്ള നിരവധി ഉദ്യോഗസ്ഥന്മാരുടെ ഹൈക്കോടതി തന്നെ നോമിനേറ്റ് ചെയ്ത് ഇവരെ സഹായിക്കാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ആളുകളെ കൂടി അതിലോട്ട് കൂട്ടിച്ചേർക്കാം എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയുടെ നിർദ്ദേശം അനുസരിച്ച് ചുമതലപ്പെടുത്തിയ ഉദ്യോഗസ്ഥന്മാരാണ് അന്വേഷണം നടത്തി ഇപ്പോൾ ഈ കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരുന്നത്. തീർച്ചയായിട്ടും ഇത് കടകംപള്ളിയാണ് ഈ കൊള്ളയുടെ നേതൃസ്ഥാനീയൻ എന്ന് BJP-ക്ക് നിലപാടുണ്ടോ? ഞങ്ങൾ ഇന്ന ആളെന്നുള്ളല്ല, ദേവസ്വം വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന ആളുകൾക്ക് അതിൽ ഉത്തരവാദിത്വമുണ്ട്. ഈ ജനങ്ങൾ കുറ്റവാളികളുടെ ഉത്തരവാദിത്വം ഓഫ് കോഴ്സ് ഉണ്ട്. കടകംപള്ളിക്ക് ഉത്തരവാദിത്വത്തിന് ഒഴിഞ്ഞു പോകാൻ കഴിയില്ലല്ലോ. ഓഫീസുമായി ബന്ധപ്പെട്ട് ഞാൻ ചോദിക്കുന്നത് VD സതീശൻ പറയുന്നത് കടകംപള്ളിയുടെയും പോറ്റിയുടെയും ആത്മബന്ധം തെളിവിന്റെ പക്കലുണ്ടെന്നാണ് പറയുന്നത്. അതുപോലൊരു ആരോപണം BJP-ക്ക് ഉണ്ടോ? ആത്മബന്ധം ഉണ്ടെന്നും ആ കൊള്ളക്ക് ഈ ധാർമ്മിക ഉത്തരവാദിത്തത്തിനപ്പുറം പങ്ക് കടകംപള്ളിക്ക് BJP-ക്ക് ഉണ്ടോ? നിലവിൽ ഇതുവരെ പുറത്തു വന്ന രേഖകളുടെ അടിസ്ഥാനത്തിൽ അത് തന്നെയാണ് പൊതുസമൂഹത്തിന് മുന്നിലുള്ള വിശ്വാസം. ദേവസ്വം ബോർഡ്, അന്നത്തെ ദേവസ്വം ബോർഡ് വകുപ്പ് മന്ത്രിക്കും ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥന്മാർക്കും അവരെല്ലാവരും കൂടി ചേർന്ന് കൊണ്ട് തന്നെ തയ്യാറാക്കിയ ഒരു പരിപാടിയുടെ പ്ലാനിങ് ആണ് പിന്നീട് നടന്നിട്ടുള്ളത്. ആ പ്ലാനിങ്ങിന്റെ അടിസ്ഥാനത്തിൽ നടന്നിട്ടുള്ള നടപടികളുടെ അടിസ്ഥാനത്തിലാണ് പിന്നീട് ആ ദേവസ്വം വകുപ്പ് മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഉയർന്നു വന്നുള്ള പുട്ടപ്പ് ചെയ്തിട്ടുള്ള ഫയലുകൾ ദേവസ്വം ബോർഡിലേക്ക് വരികയും
അത് ദേവസ്വം ബോർഡിന്റെ ഉദ്യോഗസ്ഥന്മാരെയും അതിന്റെ മെമ്പർമാരെയും പ്രസിഡന്റുമാരെയും ഒക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇന്ന് ഈ രീതിയിലുള്ള ഒരു ഓക്കെ വലിയ ജയർ, ഓക്കെ ജയർ. കൊള്ളയിലേക്ക്, ഈ ക്ഷേത്ര പറയുന്ന കൊള്ളയിലേക്ക്, കാര്യങ്ങളിലൊക്കെ വിഗ്രഹ നമുക്കറിയാവുന്നത് കൊള്ളയിലേക്ക് തുലോം തുച്ഛമാണ്. എത്തിച്ചേർന്നിട്ടുള്ളത് കോടതിക്ക് അറിയാവുന്നത് നമുക്കിപ്പോൾ നിലവിലറിയാവുന്നതിന്റെ 1000 ഇരട്ടിയാണ്. ആ വിവരങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ നാട് ഞെട്ടും. സുരേഷ് കുമാർ, ഇവിടെ അപസർപ്പ കഥകൾ എന്ന് പറയുന്ന അങ്ങ് SIT വിശ്വാസമാണ് എന്നുകൂടി പറയരുത്, ഇരട്ടത്താപ്പാകും. രണ്ടാമത്തെ കാര്യം, ഈ SIT അങ്ങേക്ക് വിശ്വാസമാണെങ്കിൽ SIT കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ ഈ ജില്ല അങ്ങ് തന്നെ പറയുന്നു CPM-ന്റെ ഒരു വിരൽ പോകാനുള്ള കാരണം ഞങ്ങളുടെ ഒരു ജില്ലാ കമ്മിറ്റി അംഗം റിമാൻഡിലാണെന്ന് പറയുന്നു. ആ ജില്ലാ കമ്മിറ്റി അംഗത്തെ പുറത്താക്കാൻ എന്താണ് കാലതാമസം? PP ദിവ്യ കുറ്റക്കാരെ നടത്തിയിട്ടില്ലല്ലോ, ഇപ്പോഴും കുറ്റാരോപിതയാണല്ലോ. PP ദിവ്യക്ക് നിങ്ങൾ നടപടിയെടുത്തവരാണ്. ഗിരീഷ് കുമാർ, സുരേഷ് കുമാർ. അല്ല, എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. കേരളത്തിലെ മാധ്യമങ്ങൾ തന്നെ PP ദിവ്യയെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, എൻ്റെ സഹപ്രവർത്തകയായിരുന്നു. തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് അംഗമായി ഞാൻ പ്രവർത്തിക്കുമ്പോൾ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായി ഞാൻ പ്രവർത്തിക്കുമ്പോൾ കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായി പ്രവർത്തിച്ച ആളാണ്. എനിക്ക് വ്യക്തിപരമായി വലിയ അടുത്തറിയാവുന്ന ഒരാളാണ്. എന്തെല്ലാം തരത്തിലുള്ള കള്ളക്കഥകളാണ് പ്രചരിപ്പിക്കപ്പെട്ടത്. അതുപോലെ പ്രചരിപ്പിക്കപ്പെടുന്ന കള്ളക്കഥകൾക്ക് അല്പായുസ് മാത്രമേ കാണുകയുള്ളൂ എന്ന് ആദ്യമേ ഞാൻ പറഞ്ഞു വെക്കട്ടെ. BJP-യുടെ പ്രതിനിധിയോട് ഒരു അല്ലല്ല, അങ്ങ് ഏതൊരു ഒന്ന് പറയൂ. ഇപ്പൊ SIT പറയുന്ന അപസർപ്പ കഥകളാണോ കള്ളക്കഥകളാണോ പത്മനാഭനെ പറ്റി SIT പറയുന്നതിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? അല്ലല്ല, ഞാൻ ആ ഏതെങ്കിലും ഒരു ഭാഗം അടർത്തി മാറ്റി അതിനെ മാത്രം സ്പെസിഫൈ ചെയ്തുകൊണ്ട് ചോദിക്കരുത്. ഒരൊറ്റ കാര്യം ഞാൻ അങ്ങോട്ട് പറയട്ടെ. ഒരു ചോദ്യം ബഹുമാനപ്പെട്ട ഹാഷ്മി BJP-യുടെ പ്രതിനിധി ശ്രീ JR പത്മകുമാറിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ നാക്കുടക്കിയത് എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിന് കള്ളം പറയുന്നതിൽ അത്ര വഴക്കമില്ലാത്തത് കൊണ്ടാണ്. ഒരു സത്യമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം പച്ചക്കള്ളമായി ഇവിടെ അവതരിപ്പിക്കാൻ ആ സമയത്ത് അദ്ദേഹത്തിന് നാക്കുടക്കിപ്പോയി. നമ്മളെല്ലാവരും കണ്ടതാണ്. കേരളത്തിലെ പ്രേക്ഷകർ, ഈ 24 വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകളും കണ്ട കാര്യമാണ്. അതുതന്നെയാണ് വരാൻ വേണ്ടി പോകുന്നത്. ഇപ്പോൾ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടത് മാധ്യമങ്ങൾ പലപ്പോഴും ഈ വരുന്ന വാർത്തകളെ സംബന്ധിച്ച് അപസർപ്പ കഥകൾ ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. അതിന് അല്പായുസ് മാത്രമാണ്. സുരേഷ് കുമാർ, ഇവിടെ നിങ്ങളുടെ ജില്ലാ സെക്രട്ടറിയിൽ ഉണ്ടായിരുന്ന മുൻ MLA ആയിരുന്ന നാടിന്റെ നായകനായിരുന്ന ഒരു നേതാവ് ജയിലിലാണ്. അത് ഏത് അപസർപ്പ കഥകളുടെ അടിസ്ഥാനത്തിലാണ്? അങ്ങനെയാണെങ്കിൽ SIT അപസർപ്പ കഥ ഉണ്ടാക്കുകയാണോ? അതാ ഞാൻ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ SIT വിശ്വാസം എന്ന് പറയരുത്. അല്ല, തീർച്ചയായും അല്ലല്ല. SIT-യെ വിശ്വാസമില്ലാത്തതും ഈ SIT-യെ നിർദ്ദേശിക്കുന്ന SIT-ക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ നൽകുന്ന ഹൈക്കോടതിയുടെ പ്രത്യേക ബെഞ്ചിനോട് വിശ്വാസമില്ലാതെയും ഇവിടെ അഭിപ്രായ പ്രകടനം നടത്തിയിട്ടുള്ളത് ആരാണെന്നതിനെ സംബന്ധിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ ഈ ചർച്ച കേട്ടിരുന്നതാണ്. എന്തെല്ലാം കഥകളും ഉപകഥകളും ചേർത്താണ് അവർ നിശ്ചയിക്കുന്ന പരിധിയിലൂടെ ഈ അന്വേഷണം മുന്നോട്ട് പോകണമെന്ന് ഒരു ഘട്ടത്തിൽ കോൺഗ്രസിൻ്റെ പ്രതിനിധി ഇവിടെ പറഞ്ഞു. ഞാൻ കരുതിയത് ആ സന്ദർഭത്തിൽ തന്നെ ബഹുമാനപ്പെട്ട ഹാഷ്മി ആ ചർച്ചയ്ക്കകത്ത് ഇടപെട്ടുകൊണ്ട് അതങ്ങനെ പാടില്ല, അത് നിന്ദ്യമാണ്, നിങ്ങൾ ചെയ്യുന്നത് നിയമവിരുദ്ധമാണെന്ന് പറയുമെന്നാണ് ഞാൻ കരുതിയത്. അതുപോലും ഉണ്ടായില്ല. എനിക്കതിൽ വിഷമവുമില്ല. കാരണം ഈ ചർച്ചയ്ക്ക് ഒരല്പം എരിവും പുളിയും ഒക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നത് സ്വാഭാവികം മാത്രമാണ്. പക്ഷേ വസ്തുതയല്ലാതാകില്ല. ഒരു സിനിമയിൽ മമ്മൂട്ടി പറയുന്നത് പോലെ അങ്ങ് പറയുന്ന അപസർപ്പ കഥ ഏതാണ്? സൂര്യൻ അതിന്റെ പ്രഭയോടുകൂടി ഉദിച്ചുയരും. ഈ സ്വർണ്ണക്കടത്ത് കേസിൽ ശബരിമലയിൽ അയ്യപ്പന്റെ സ്വർണം അടിച്ചുമാറ്റി വിറ്റവുമായി ബന്ധപ്പെട്ട കേസിൽ വിശ്വാസി വഞ്ചനയുടെ കാര്യത്തിൽ അങ്ങ് കേട്ട മാധ്യമങ്ങൾ പറഞ്ഞ അപസർപ്പ കഥ ഏതാണ്? ഒരെണ്ണം ഉദാഹരണം പറയൂ, ഒറ്റ ഒരെണ്ണം. ഞാൻ ഒരു കാര്യം തിരിച്ചു ചോദിക്കട്ടെ. ഇന്നലെ മുതൽ നിങ്ങളുടെ അടക്കമുള്ള മാധ്യമങ്ങൾ ശ്രീ പത്മകുമാറിൻ്റെ, ഞാനതിപ്പോൾ പറയാൻ ആഗ്രഹിച്ചതല്ല, പത്മകുമാറിൻ്റെ വീട്ടിൽ റെയ്ഡ് നടക്കുന്നു എന്നതിനെ സംബന്ധിച്ച് വലിയ വാർത്തകൾ കൊടുത്തു. അതിനൊരു ഫോളോ അപ്പ് ഉണ്ടായില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ അവിടെ നിന്ന് എന്തെല്ലാം രേഖകൾ കണ്ടെടുത്തു എന്നതിനെ സംബന്ധിച്ച് ഹാഷ്മിക്ക് പറയാൻ കഴിയും. മാധ്യമ പ്രവർത്തനം നടത്തുന്ന ശ്രീമാൻ ഹാഷ്മിയെ പോലുള്ള ആളുകൾ എന്ത് രേഖയാണ് പിടിച്ചെടുത്തത്? സാമ്പത്തിക ബന്ധത്തിന് രേഖ പിടിച്ചെടുത്തു, റിയൽ എസ്റ്റേറ്റ് ബന്ധത്തിന് രേഖ പിടിച്ചെടുത്തു, കച്ചവട ബന്ധത്തിന് രേഖ പിടിച്ചെടുത്തു. ഇനി എന്നേക്കാൾ കൂടുതൽ താങ്കൾ പറയൂ. ഇതാണ് ഞാൻ സൂചിപ്പിച്ച അപസർപ്പ കഥകളെന്ന് പറഞ്ഞത്. അല്ല, താങ്കൾ പറയൂ. അല്ല, സുരേഷ് കുമാർ താങ്കൾ പറയൂ. അദ്ദേഹത്തിന്റെ പാസ്പോർട്ടും അദ്ദേഹത്തിന്റെ ഫോട്ടോയും അദ്ദേഹത്തിന് അദ്ദേഹം ഒന്നും അങ്ങനെ ഒരു വസ്തുവോ മറ്റൊരു കാര്യമോ ഇല്ലാത്ത ഒരാളൊന്നുമല്ല. ഇങ്ങനെ പച്ചക്കള്ളം അല്ല സുരേഷ് കുമാർ താങ്കൾ പറയൂ. അല്ല താങ്കൾ ആധികാരികമായി പറയൂ. പത്മകുമാറിന്റെ വീട്ടിൽ നിന്നും പിടിച്ചെടുത്തില്ല എന്ന് അങ്ങ് പറയൂ. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നും അദ്ദേഹത്തിൻ്റെ പാസ്പോർട്ട് പിടിച്ചെടുത്തു, അദ്ദേഹത്തിൻ്റെ ITR ഫയലിംഗ് കോപ്പി പിടിച്ചെടുത്തു, അദ്ദേഹത്തിൻ്റെ
ഉള്ള 2 വസ്തുക്കളുടെ ഒറിജിനൽ ആധാരം പിടിച്ചെടുത്തു. അതിനപ്പുറത്തേക്ക് അതാണ് വേഗം പിടിച്ചെടുത്തു പറഞ്ഞു. എന്ത് പിടിച്ചെടുത്തെന്നാണ് നിങ്ങൾ പ്രചരിപ്പിക്കുന്നത്? സമൂഹത്തിനകത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പതാകവാഹകരായി പോയി, ഒരു ദിവസം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുദ്രാവാക്യം വിളിച്ചുപോയി, ഒരു ദിവസം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി പോസ്റ്റർ ഒട്ടിച്ചു പോയി എന്ന ഒറ്റ കാരണം ചുമത്തി പീഡിപ്പിക്കുന്നതിന്റെ ഏറ്റവും എക്സ്ട്രീം ലെവലിലേക്ക് മാധ്യമങ്ങൾ ഉൾപ്പെടെ ഓരോരുത്തരും. സുരേഷ് കുമാർ SIT തൂക്കി അകത്തിട്ടത് ഈ പറയുന്ന പത്മകുമാർ CPM ആയതുകൊണ്ടാണോ? അല്ല, ഞാനീ പറഞ്ഞല്ലോ അദ്ദേഹം അതാണ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത്. അദ്ദേഹം കുറ്റാരോപിതനാണ്. നിങ്ങളിപ്പോൾ അദ്ദേഹത്തെ വേട്ടയാടുന്നത് ഒരു കുറ്റവാളിയേക്കാൾ ഭീകരമായിട്ടാണ്. ഇവിടെ വരേണ്ടുന്നത് കുറ്റാരോപിതനും കുറ്റവാളിയും തമ്മിലുള്ള വാക്കിന്റെ അർത്ഥത്തിന്റെ അന്തരം നമ്മൾ കൃത്യമായി മനസ്സിലാക്കി വേണം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ. ഇവിടെ ഇതിനേക്കാൾ വലിയ കൊടും പാതകം ചെയ്ത ആളുകൾക്ക് നിങ്ങളുടെ നല്ല പ്രിവിലേജ് കിട്ടുന്നുണ്ട്. 500 കോടി രൂപ കട്ടവനും പരസ്യമായി സഹകരണ ബാങ്ക് കൊള്ളയടിച്ചവനും ശബരിമലയുടെ സ്വർണം അതുകൊണ്ട് ശബരിമലയിൽ തൂക്കി വിറ്റ കേസിൽ ശബരിമലയിൽ വിശ്വാസി വഞ്ചന കാണിച്ച ഒരു നേതാവിനെ ഇപ്പോൾ ജയിലിനകത്തിട്ടത് അല്ല, അങ്ങ് പത്മകുമാറിനെ ന്യായീകരിക്കുകയാണോ തള്ളിപ്പറയാണോ ഇപ്പോൾ? അല്ല സുരേഷ് കുമാർ, അങ്ങ് പത്മകുമാറിനെ തള്ളിപ്പറയാണോ ന്യായീകരിക്കുകയാണോ ഇപ്പോൾ ചെയ്യുന്നത്? വിശ്വാസത്തെ തകർത്ത് കൃത്യമായി പാർട്ടിയുടെ കൊള്ളയടിച്ച ആളിനെ സപ്പോർട്ട് കൊള്ളയടിച്ച അയ്യപ്പനെ കോടിക്കണക്കിന് ജനങ്ങളുടെ വിശ്വാസത്തെ തകർത്ത് അയ്യപ്പനെ ആദ്യം BJPയുടെ പ്രതിനിധി ചെയ്യേണ്ടത് ആ തിരുമല അനിലിന്റെ സഹകരണ സംഘത്തിൽ നിന്നും കോടികൾ കട്ടെടുത്ത BJP നേതാക്കന്മാരുടെ ആ പണം കടകംപള്ളി ബാങ്കിന്റെ മാനേജർ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. കടകംപള്ളി ബാങ്കിന്റെ അനിലേട്ടന്റെ ഓഡിയോ ഓർത്തു താങ്ങൂല. എനിക്ക് വളരെ പരിചയം ഇഷ്ടമുള്ള മനുഷ്യനാണ്, താങ്ങത്തില്ല ഓഡിയോ ഇട്ട്. ഒന്ന് തിരക്കിയാ മതി. തിരുവനന്തപുരത്ത് നിയമം കോർപ്പറേറ്റ് ബാങ്കിന്റെ നടത്തിയിട്ടുള്ള അഴിമതികൾ നിങ്ങളൊന്ന് അന്വേഷിച്ചു നോക്കൂ. കേരളത്തില് എത്ര സർവീസ് കോർപ്പറേറ്റ് ബാങ്കുകൾ കൊള്ളയടിച്ച് ഈ സാധാരണക്കാരായ ആളുകളെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ വന്നിരുന്നുകൊണ്ട് നിങ്ങൾ നവീൻ ബാബുവിന്റെ മരണത്തിന് ഉത്തരവാദിയായ ആളുകളെയൊക്കെ ന്യായീകരിക്കാൻ നടത്തിയ ശ്രമങ്ങൾ നിങ്ങൾ കണ്ടല്ലോ. അതുകൊണ്ട് കേരളത്തിൽ എല്ലാവർക്കും അറിയാം എന്താണ് നിങ്ങൾ CPM എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. പാവപ്പെട്ട ആളുകളെ കൊള്ളയടിച്ച് കൊല ചെയ്ത് ഈ നാട്ടിൽ MS കുമാറിനെ അദ്ദേഹത്തെ ആത്മഹത്യയിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടുന്ന നടപടി സ്വീകരിക്കൂ. അതല്ലേ നിങ്ങൾ സംബന്ധിച്ചിടത്തോളം CPM ഈ നാട്ടിൽ നടത്തിയിട്ടുള്ള കൊള്ളയും കൊലപാതകവും എല്ലാം അറിയാം സാർ, എല്ലാവർക്കും അറിയാം. ശരി ഓക്കെ ഇവിടെ ചിദംബരം എന്നൊരു പ്രേക്ഷകൻ പറയുന്നുണ്ട്, ബ്രഹ്മസ്ത്രീ തസ്കരവീരൻ സർവൈവ ലോക വന്ധ്യൻ ബഹുമാനപ്പെട്ട ശ്രീ വാസാർ എന്ന് വേണം അഭിസംബോധന ചെയ്യാൻ. താങ്കൾ ട്രോളിയാണെന്ന് തോന്നുന്നു ആ പ്രേക്ഷകൻ. അല്ല ഹാഷ്മി, ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം തന്നെ അങ്ങ് ചോദിച്ചത് നിറമാണോ വാസു സാറിൻ്റെ പ്രശ്നമെന്ന് ചോദിച്ചതുപോലെ തന്നെ നമ്മുടെ മലയാളികളുടെ ഒരു ഹിപ്പോക്രസിയാണ്. കറുത്ത നിറമുള്ളവൻ പ്രതിയാക്കപ്പെട്ടാൽ അവൻ കുറ്റം ചെയ്യപ്പെട്ടവനെന്ന് ചിത്രീകരിക്കുകയാണ്. ഇവിടെ 18/5/2019 ബ്രഹ്മശ്രീ രാജീവ് കണ്ഠരന്റെ നേതൃത്വത്തിൽ ഒപ്പിട്ട ഒരു മഹസറുണ്ടെന്നേ. അതിൽ ഒരു വാസുദേവൻ നമ്പൂതിരി മേൽശാന്തിയായിട്ടുള്ള അന്നത്തെ മേൽശാന്തി ഒപ്പിട്ട ഒരു മഹസറുണ്ട്. ആ മഹസറാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണ്ണപ്പാളികൾ മാറ്റി നൽകിയിട്ടുള്ളത്. പക്ഷേ ഒരൊറ്റ മനുഷ്യരും പ്രതിപക്ഷവും നാളിതുവരെ അതിൽ ചെമ്പുപാളി എന്ന് എഴുതിയിരിക്കുന്ന വിവരം പറയാനുള്ള ധൈര്യം കാണിച്ചിട്ടില്ല. ഇവിടെയാണ് പ്രശ്നം. മലയാളിയുടെ ഹിപ്പോക്രസിയുടെ പ്രശ്നം അവിടെയാണ്. ആ ഹിപ്പോക്രസി മാറാത്തിടത്തോളം കാലം, ആ ഹിപ്പോക്രസിയെ അഡ്രസ് ചെയ്യാത്തിടത്തോളം കാലം മലയാളിയെ സംബന്ധിച്ചിടത്തോളം എന്നും ആരോപണങ്ങൾ അന്തരീക്ഷത്തിൽ ഇങ്ങനെ കൊളുത്തിവിടാനേ കഴിയുള്ളൂ. ഇല്ലെന്നേ, ഇത് SIT ഒരു കോടതിയുണ്ട്. ഇപ്പം സർക്കാരിനോട് അന്വേഷണ സംഘം രൂപീകരിക്കാൻ പറയുകയല്ല കോടതി ചെയ്തത്. എന്തുകൊണ്ടാണത്? സർക്കാരിൽ വിശ്വാസമില്ലാത്തത് കൊണ്ട് കൂടിയാണ് ഹസ്കർ. കോടതി തന്നെ ഒരു അന്വേഷണ സംഘത്തെ പിക്ക് ചെയ്യുകയാണ് അല്ലേ? അന്വേഷണ സംഘം കണ്ടെത്തുകയാണ്, അന്വേഷിക്കുകയാണ്. അന്വേഷണത്തിൽ കോടതി SIT നോക്കുന്നില്ല ഈ വാസുവിന് കറുപ്പാണോ വെളുപ്പാണോ, പത്മകുമാറിന് കറുപ്പാണോ വെളുപ്പാണോ, പോറ്റിക്ക് കറുപ്പാണോ വെളുപ്പാണോ നോക്കുന്നില്ല. കൂട്ടത്തിൽപ്പെട്ട എല്ലാവരെയും പിടിച്ച് അകത്തിടുകയാണ്. അങ്ങനല്ല
വളരെ പരിണിതപ്രജ്ഞരായിട്ടുള്ള കേരളത്തിലെ രണ്ട് ന്യായാധിപരാണ് ദേവസ്വം ബെഞ്ചിനെ നേരിടുന്നത്. ആ ദേവസ്വം ബെഞ്ചിൽ അവരുടെ ഉത്തരവാദിത്തം വളരെ കൃത്യമായി ഓക്കെ, സമയം കഴിയണം, ക്ഷമിക്കണം. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഞാൻ ഈ ചർച്ചയുടെ തുടക്കം മുതൽ പറഞ്ഞിരുന്നു, നമ്മൾക്കറിയാവുന്ന കാര്യങ്ങളുടെ 1000 ഇരട്ടി കോടതിക്കറിയാം. അതുകൊണ്ടാണ് സുഭാഷ് കപൂർ മോഡൽ എന്നൊക്കെ ഉത്തരവിൽ വരുന്നത്. അത് ഒരു നാൾ കേരളം അറിയും, അന്ന് കേരളം ഞെട്ടും, രാജ്യം ഞെട്ടും. എൻകൗണ്ടർ പൂർണ്ണമായ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. എല്ലാ പ്രേക്ഷകർക്കും ശുഭരാത്രി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.